പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസേൽപ്പിക്കുന്നു. കർത്താവേ, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ, അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ, അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം. ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ
ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തൽ, വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും, ചില കാര്യങ്ങൾ വിറ്റുമാറ്റിയാൽ രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ, അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും ആശീർവാദത്തിനും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ, വിശുദ്ധ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്നില്ലേ. മത്തായി 25:15. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഇന്ന് വിഷയം മനസ്സിലായി. നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? പരപിതാവ് ക്രിസ്തുവിനെ നമുക്ക് കൈമാറുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് വിഷയം. ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെപ്പോലെ വയറ്റിലിട്ട് വളർത്തി, വീട്ടിൽ വളർത്തി ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാൻ കഴിവുള്ള ഒരാളായിട്ട് പരിശുദ്ധ അമ്മയെ ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയ്ക്ക് കൈമാറിയത് എന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വിഷയം എന്താ? പരമപിതാവ് ക്രിസ്തു ഉൾപ്പെടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെങ്കിൽ ക്രിസ്തു ഉൾപ്പെടെ, കാര്യം ഈ അനുഗ്രഹങ്ങളുടെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റാണ് പലപ്പോഴും, ക്രിസ്തുവിൻ്റെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റായിട്ടാണ് ദൈവം ജോലി, വീട്, വിവാഹം, ഭൗതിക ആനുകൂല്യങ്ങളെ പലപ്പോഴും ദൈവം വിലയിരുത്തണത്. അഥവാ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരമപിതാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ കോംപ്ലിമെൻ്റായിട്ട് കിട്ടണമെന്നുള്ളതാണ് പരമപിതാവിൻ്റെ ആഗ്രഹം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പലയിടത്ത് പല വാക്കാണേ. ഇപ്പൊ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ്സ് ആണ്. ജോലി, വീട്, വിവാഹം, ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണ്? അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന്. മനസ്സിലായ? അതാണ് വിഷയം. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങൾക്ക് മക്കളുണ്ടായാലും, നിങ്ങൾ വീട് വെച്ചാലും, അതെല്ലാം നമ്മൾ നേടേണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് പരമപിതാവിൻ്റെ ഒരു നിലപാട്. അപ്പോൾ അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട്, ജോലി, വിവാഹം, വിസ പുതുക്കൽ, ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ ആസ്പദങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. റീഡിയാ, പരപിതാവേ ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പരപിതാവേ ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ. പരപിതാവേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ
സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണം തരിയാവോ? അതാണ് ഈശോ പറഞ്ഞത്, എന്നോട് കൂടെ സ്വീകരിക്കാത്തതെന്നില്ലേ ഒരു വചനമില്ല. അതായത് ലുക്ക 11:23. അത് നമുക്ക് നാളെ കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിനെ എന്നെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. ഈ വിശുദ്ധമായ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജൂൺ 22-നാണ്. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷേ എന്നാലും ഞാൻ മാതാവിനെ അറിയാം. മാതാവിനെ എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ കൂടുതൽ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മ മാതാവിനെ പരീക്ഷകളിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു ഭക്തിയുണ്ട്. അതിനും കൂടുതൽ ഭക്തിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ദൈവവിളി ഉണ്ടായി. അത് 2023 തന്നെയാണ്. ഇതെൻ്റെ മൂത്ത മകള് അഷ്ടമി, 7 വയസ്സ്. ഇവളുടെ കഴിഞ്ഞ ഒരു കുഞ്ഞും കൂടി എനിക്കുണ്ടായി. സിസേറിയനായിരുന്നു, ഒരു പെൺകുഞ്ഞായിരുന്നു. ആ പെൺകുഞ്ഞിന് 24 ദിവസം പ്രായമുള്ളപ്പോൾ ഞാൻ പുലർച്ചെ ഫീഡ് ചെയ്ത് കിടത്തിയ കുഞ്ഞ് രാവിലെ ഞാൻ കണ്ടത് മൂക്കിൽ നിന്നും ചോര വന്ന് മരിച്ചു കിടക്കുന്നതാണ്. ഞാൻ ഒരുപാട് തകർന്നു. ഭൂമി വളർന്ന് ഞാൻ താഴേക്ക് പോയി. അപ്പം തന്നെ ഇല്ലാതാവണം എന്ന് വിചാരിച്ച് ഒരുപാട് കരഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. ആ രാത്രികളിലൊക്കെ എനിക്ക് കടന്നു പോകാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചുറ്റിലെല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, മൂത്ത മോളുണ്ട്, എല്ലാവരും ഉണ്ട്. ചുറ്റിലും ആൾക്കാരുണ്ട്. പക്ഷേ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. ഒരു സമയം വരുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. ആ സമയങ്ങളിൽ ഞാൻ കണ്ണടയ്ക്കാൻ പോലും ഞാൻ പേടിച്ചിട്ടുണ്ട്. ലൈറ്റ് ഓഫാക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഈ ലൈറ്റ് നോക്കിയിട്ട് ഞാൻ കരഞ്ഞ് കിടക്കുന്ന രാത്രികളായിരുന്നു. ഒരുപാട് ഞാൻ ആ സമയങ്ങളിൽ കഷ്ടപ്പെട്ടു. മനസ്സമാധാനം പോലും ഇല്ലാതെ, ഒന്ന് ഉറങ്ങാൻ പറ്റാതെ കരഞ്ഞ് ക്ഷീണിച്ച് എപ്പോഴെങ്കിലും ഞാനൊന്ന് കണ്ണടയ്ക്കും. എൻ്റെ ഭർത്താവ് എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. പക്ഷേ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത് ജനനവും മരണമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കൈകളിലല്ല, നമുക്ക് പരിധിയുണ്ട്, നമുക്ക് ആ സിറ്റുവേഷനോട് പൊരുത്തപ്പെട്ട് പോവുക വേണ്ടതെന്ന് പറഞ്ഞു തന്നു. അത് എനിക്കും അറിയണ സത്യമാണ്. കാരണം ഞാനൊരു നേഴ്സാണ്. കുറേ സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സമാധാനം ഞാൻ ഇതുപോലെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഈ ഒരു സത്യത്തോട് ഞാൻ യോജിച്ച് പോകണം എന്നുള്ളത്. പക്ഷേ വാക്കുകൊണ്ട് പറയുന്നൊരു കാര്യം അത് പ്രവൃത്തിയിൽ വരുത്താൻ എളുപ്പമല്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് മരിച്ചു കിടന്ന ആ ബെഡിൽ സിസേറിയൻ കഴിഞ്ഞ കാരണം എനിക്ക് നടക്കാൻ പറ്റില്ല. ഫുൾ ടൈം ഞാൻ ആ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ കടന്നു പോകാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയങ്ങളിൽ ഈ സാഹചര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാതെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ചേച്ചി വീട്ടിലേക്ക് വന്നത്. അന്ന് വരുമ്പോൾ ചേച്ചിയുടെ കയ്യിലൊരു പത്രമുണ്ട്, കൃപാസന പത്രം. അതിന് മുന്നേ ഞാൻ ഈ പത്രം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. സാക്ഷ്യം പറയലേ അങ്ങനത്തെ ഒന്നും അന്ന് എനിക്കതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ആ ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് എന്താണെന്നറിയാല ഒരു സമാധാനം. അന്ന് എനിക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥന പറഞ്ഞു തന്നു. അമ്മ മാതാവോടെ പ്രത്യക്ഷപ്പെട്ടതാന്ന് പറഞ്ഞു തന്നു. ഒരു കാശ് രൂപം തന്ന് എനിക്ക് മുത്തിച്ചിട്ട് ചേച്ചി അത് എടുത്തു. ചേച്ചിയുടെ സ്വന്തമാണത്. അപ്പോൾ എനിക്ക് ഉമ്മ വെച്ചിട്ട് ആ ചേച്ചി അത് വാങ്ങിച്ചു. അന്ന് ആ കാശ് രൂപമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. പക്ഷേ എങ്കിലും ഇതിന്ന് അങ്ങോട്ട് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ആ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഉറക്കം എനിക്കില്ല. ഞാൻ കിടക്കും, പക്ഷെ ഉറങ്ങാറില്ല. ഞാൻ കരഞ്ഞ് കിടക്കലാണ്. ആ പത്രം എടുത്തു. എന്നിട്ട് അതിൽ അമ്മ മാതാവിൻ്റെ ഉണ്ണീശോൻ്റെയും ഫോട്ടോ നോക്കിയിട്ട് ആ പത്രത്തിൽ ഞാൻ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് ഉറങ്ങാൻ പറ്റണേന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആ നിമിഷം അപ്പം തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷേ അപ്പം ഉറങ്ങി ഞാൻ രാവിലെ 6 മണിയാകുമ്പോഴാണ് എണീറ്റത്. അതുപോലെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങനെ ഞാൻ കിടന്നുറങ്ങിയത്. അവിടുത്തെ അങ്ങോട്ട് എല്ലാ ദിവസവും അമ്മേനെ പ്രാർത്ഥിക്കും, ഉറങ്ങും. ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയാണെങ്കിലും എനിക്കിതിനോട് ഈ ഒരു വിഷമത്തിൽ നിന്ന് അങ്ങോട്ട് കരകയറാൻ പറ്റുന്നില്ല. അത് ഡോക്ടറും പറഞ്ഞല്ലോ നമ്മളിതിനോട് പൊരുത്തപ്പെട്ട് വരണമെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വേറൊരു കസിൻ എനിക്ക് കുറേ സാക്ഷ്യങ്ങൾ അയച്ചു തന്നു.
എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം കാണണം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ക്ലാസ് അയച്ചു തന്നു, ഇത് കാണണം എന്ന് പറഞ്ഞു. ഞാൻ അതിൽ നോക്കിയപ്പോൾ 2 മണിക്കൂറൊക്കെയാണ് അച്ഛൻ്റെ ക്ലാസ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ല. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് മാറ്റി വെച്ചു. ഇവൾ എന്നിങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടൊക്കെ നീ അത് കേൾക്ക് കേട്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സാക്ഷ്യം കേൾക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ അയച്ചു തന്ന സാക്ഷ്യങ്ങൾ നോക്കിയപ്പോൾ അതിലൊരു സാക്ഷ്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും അവർ ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. 10 ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് അവർ 2 കുട്ടികൾ ഇരട്ട കുട്ടികളാണ്. അതിലത്തെ ഒരു കുട്ടിയുടെ മേൽ തെങ്ങ് വീണിട്ട് അതിലത്തെ ഒരു കുട്ടീനെ കിട്ടില്ല എന്ന് പറഞ്ഞ് ആ സാഹചര്യത്തിൽ നിന്ന് ആ കുഞ്ഞിനെ റിക്കവറി ആയത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞ് ഓടി നടക്കുന്ന ആ ഒരു കാര്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഞാൻ കണ്ടു. അത് കേൾക്കുമ്പോൾ ഞാൻ കുറേ കരഞ്ഞു. കാരണം എൻ്റെ മോള് പോയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതെനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ കുറേ കരഞ്ഞു. പക്ഷേ അത് കണ്ടു കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ കസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നല്ല സാക്ഷിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെനിക്ക് ആവശ്യമില്ല. കാരണം എൻ്റെ മോള് പോകാൻ കെടുക്കല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനത് എങ്ങോട്ടാച്ച് ഞാൻ പോയേനെ. പക്ഷേ എൻ്റെ മോള് പോയി കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി ഇത് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, ശരിയാണ്, നിൻ്റെ ഒരു മോള് പോയി, പക്ഷേ ഇനിയും നിനക്കൊരു മോളില്ലേ, അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥനയുടെ ഒരു ആവശ്യം തന്നെ മനസ്സിലാക്കുന്നത്. അത് ശരിയാണ്. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ മൂത്ത മകളെ ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2ാമത്തെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. ആ രാത്രികൾ മുതൽ ഞാനങ്ങനെ എല്ലാ ദിവസവും അമ്മ മാതാവിൻ്റെ പത്രം വായിച്ചു, സാക്ഷ്യങ്ങൾ വായിച്ചു, സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെയൊക്കെ കുറേശ്ശെ ഞാൻ അതിൽ നിന്നിങ്ങനെ പോരുന്നുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് മരിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ മോള് മരിച്ചു പോയില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സ്വപ്നം കണ്ട് എൻ്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ചേച്ചി, ഈ ചേച്ചി ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ്. ചേച്ചി എന്നെ സുനിഷ എന്നാണ് പേര്. ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ കയ്യിൽ എൻ്റെ പോയ മോള്, പേര് ചാരു എന്നാണ്, ചാരു മോളുണ്ട്. അമ്മ ചാരുമോളിനെ കൈ പിടിച്ച് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അത് വരെ ഉണ്ടായിരുന്ന എൻ്റെ വിഷമം എല്ലാം പെട്ടെന്ന് മാറിയ പോലെയായിരുന്നു. കാരണം എൻ്റെ മോള് മരിച്ചിട്ടില്ല, എൻ്റെ മോള് ജീവനോടെ ഇരിക്കുന്നുണ്ട്, അമ്മയുടെ കയ്യിലുണ്ട്, എൻ്റെ മോള് മാലാഖക്കുട്ടിയായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് അപ്പോഴാണ് വന്നേ. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആ നിമിഷം അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇനി കരയില്ല, കാരണം എൻ്റെ മോള് മരിച്ചിട്ടില്ല, അമ്മയുടെ കയ്യിലുണ്ട്, അവൾക്ക് സന്തോഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്, അമ്മയുടെ ഒപ്പമുണ്ട്, ഈശോൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി കരയാൻ പാടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. പിന്നീട് അച്ഛൻ്റെ ഈ ക്ലാസ്സും സാക്ഷ്യവും അമ്മയോടുള്ള പ്രാർത്ഥനയായിട്ട് ഞാൻ പെട്ടെന്ന് റിക്കവറി ആയിട്ട് വന്നു. എന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് തോന്നി. ഞാൻ ഈ നടയിൽ വന്നിറങ്ങുമ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇത് പുതുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ പറഞ്ഞു ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ വരുന്നു, 90 ദിവസത്തെ ആ ഒരു ഉടമ്പടി ചെയ്യണു, എനിക്ക് കുഞ്ഞിനെ ചോദിക്കണു, അത് കിട്ടണു, ഞാൻ പോകുന്നു. ഇങ്ങനെ കരുതിയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അന്ന് ഉടമ്പടി എടുത്ത ഞാൻ ഒരിക്കലും ഇനി ഉടമ്പടിയിൽ നിന്ന് തിരിച്ചു പോവില്ല. എൻ്റെ അവസാനം വരെ എനിക്ക് ഉടമ്പടിയിൽ തന്നെ ആയിരിക്കണം. അത്രയും വിശുദ്ധമായ ഒരു ജീവിതമാണ്, വിശുദ്ധിയുള്ളൊരു ജീവിതമാണ് ഉടമ്പടി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെ തുടരുകയാണ്. അന്ന് ഇവിടെ നടക്കി വന്നിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കയറി വരുമ്പോൾ തന്നെ ഞാൻ അമ്മേനെ കണ്ടപ്പോൾ പറഞ്ഞത്, അമ്മ മാതാവേ എനിക്ക് എൻ്റെ പോയ മോളെ എനിക്ക് തിരിച്ചു തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ മോളെ ഞാനിവിടെ ഈ നടക്കി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ നടക്കി മുന്നിൽ ഞാൻ കിടത്താം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി. ആ സമയം മുതലേ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വയറിൽ ഉടമ്പടി തൈലം എന്നും പുരട്ടി പ്രാർത്ഥിക്കും. എൻ്റെ മകളെ അഷ്ടമി എല്ലാ ദിവസവും എനിക്ക് തൈലം തേച്ച് തരും, എന്നും പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞ് ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ഈ മോള് അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാരുമോളെ എനിക്ക് തിരിച്ചു തരണം അമ്മയെന്ന് പറഞ്ഞിട്ട്. അന്ന് മുതൽ തൈലം എൻ്റെ മോള് എനിക്ക് തേച്ച് തരും, ഞാനും തേക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൺസീവായി. ഇപ്പോൾ ഹെൽത്തി ആയിട്ടൊരു ബേബീനെ, അതും എൻ്റെ പോയ മോളുടെ അതേ മുഖമുള്ള എല്ലാ ഫീച്ചേഴ്സുള്ള ഒരു കുഞ്ഞിനെ. മെയ് മാസത്തിൽ എൻ്റെ മോള് പോയത്, ആ മെയ് മാസത്തിൽ തന്നെ എനിക്കെൻ്റെ മോളെ തിരിച്ചു തന്നു. ഇതാണ് എൻ്റെ മോള്. പേര് ഇമ, ചാരുമോളെന്ന് ഞങ്ങൾ വിളിക്കും.
ഇമ എന്ന പേര് ഞാൻ ഇടാനൊരു കാരണമുണ്ട്. ആ പേര് ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയ്ക്കൊരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരമ്മ അവരുടെ മകൾക്ക് വയ്യാതെ ആയി, ഒരു അപൂർവ അസുഖം, അതിൽ നിന്ന് റിക്കവറി ആയിട്ടുള്ള ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ പേര് മാറ്റിയിട്ട് ഇമ എന്ന് പേരിട്ടു. ഈ എന്ന് പറയുന്നത് ഈശോ, മാ എന്ന് പറയുന്നത് മറിയം. ആ ഒരു പേര് ഞാൻ എൻ്റെ കുഞ്ഞിന് ഇടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഇവിടുന്ന് പോയത്. അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ ഇമ എന്നുള്ള പേര് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിരുന്നാലും ചില രാത്രികൾ എനിക്ക് പേടിയാണ്. കാരണം എൻ്റെ പോയ മോളിനെ ഞാൻ കിടത്തി ഉറക്കി രാവിലെ പിന്നെ ജീവനില്ലാതെയാണ് കണ്ടത്. കുഞ്ഞിൻ്റെ മരണ കാരണം അറിവില്ലായിരുന്നു. അതിന് സിഡ്സ് എന്നാണ് പറയുക, സഡൻ ഇൻഫൻ്റ് ഡെത്ത് സിൻഡ്രം. ഞാനൊരു നേഴ്സാണ്, എനിക്കത് മനസ്സിലായി സിഡ്സ് ആണ്, എന്താ കാരണം എന്നറിയില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ അതിൽ റിപ്പോർട്ട് വന്നത് ന്യൂമോണിയ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സൈൻസോ സിംറ്റംസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കുറേ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ഒരു സിംറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞിന് വേണ്ടി ഞാനൊരു പ്രത്യേക ഒരു മൂത്ത കുഞ്ഞിനുണ്ടെങ്കിലും രണ്ടാമത്തെ ആൾക്കും കൂടെ ഞാൻ ഒരു തെർമോമീറ്റർ വാങ്ങി. അത്ര പോലും ഞാൻ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടാണ് നോക്കിയിരുന്നത്. ആ കുഞ്ഞിന് ആ തെർമോമീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യം പോലും എനിക്ക് വന്നിട്ടില്ല. ചൂട് പോലും ഉണ്ടായിട്ടില്ല. ആ കുഞ്ഞിനാണ് ന്യൂമോണിയ വന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് എനിക്കുള്ളൊരു ദൈവവിളിയായിരുന്നു. എൻ്റെ കുഞ്ഞിപ്പോൾ സ്വർഗത്തിലുണ്ട്. ആ കുഞ്ഞ് മാലാഖക്കുഞ്ഞായിട്ട് ഇരിക്കുന്നു. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് തന്നെ ഇനിയൊരു ജീവിതം നമുക്ക് മരണശേഷം നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണം. ഈ ഒരു ഇൻറ്റൻഷനാണ് നമുക്കുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വലിയൊരു ഭാഗ്യം ചെയ്ത അമ്മയാണ്. കാരണം എൻ്റെ മോൾ ഇപ്പോഴേ സ്വർഗത്തിലെത്തി. അതുകൊണ്ട് ഞാൻ പിന്നീടൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. ആ ഒരു വിഷമത്തിൽ നിന്ന് റിക്കവറി ആകാൻ പറ്റുന്ന ഞാൻ അമ്മോട് നന്ദി പറയുന്നു. പിന്നെ എല്ലാ രാത്രികളിലും ഈ കുഞ്ഞു മോളിനെ ഞാൻ കെടുത്തി ഉറക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ചിലപ്പോൾ ആ രാത്രിയുടെ ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളുടെ അരയിൽ അമ്മയുടെ കാശുരൂപം, ഇവിടെ നിന്ന് വെഞ്ചരിച്ച് കിട്ടിയിട്ടുള്ള കാശുരൂപം ചരടിൽ കെട്ടിയിട്ടുണ്ട്. ഒരു ട്രാൻസ്പാരൻറ്റ് കവറിൽ അമ്മയുടെ പത്രം സെക്യൂർ ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും കുഞ്ഞ് കിടക്കുന്നതിൻ്റെ തലോണയുടെ അടിയിൽ വയ്ക്കും. എല്ലാ ദിവസവും അമ്മയുടെ തൈലം ഞാൻ തൊട്ട് കുരിശ് വരച്ചിട്ടാണ് കെടുത്തുന്നത്. ഈ ഒരു ധൈര്യം എൻ്റെ 2 മക്കൾക്കും ഞാൻ അങ്ങനെ ചെയ്യും. ആ ഒരു ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു ട്രാജഡി കഴിഞ്ഞിട്ടുള്ള ഞാൻ ഇപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ആ മോള് പോയതിന് ശേഷം കുറച്ച് നാളുകളിലുള്ള ആ ഒരു വിഷമത്തിൽ ഞാൻ പുലർച്ചെ ഞെട്ടി എണീക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഈ മോളെയാണ്. ഇത് ഞാൻ ഫോണിൻ്റെ ടോർച്ചിൽ ഇങ്ങനെ അടിച്ചു നോക്കും. ഇവർക്ക് ഹാർട്ട് ബീറ്റ് വരുന്നില്ലേ, ചെസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നില്ലേ, അതിങ്ങനെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ഈ ചെസ്റ്റ് മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങുള്ളൂ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ ഈ 2ാമത്തെ മോൾക്ക് എല്ലാ ദിവസവും തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞാൻ കിടത്താറുള്ളൂ. ഈ മൂത്ത മോൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അവിടെ ഒരു നിയോഗം വെച്ചു, ആയുരാരോഗ്യ സൗഖ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും സംരക്ഷിക്കണേ എന്ന് തന്നെയാണ് എഴുതി വെച്ചത്. അതിനെ തുടർന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇവിടേക്ക് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ട്രെയിനിലാണ് വന്നത്. ഞാനപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, 6 മാസമായിട്ടുണ്ട്. ട്രെയിനിൽ ഞങ്ങൾ പോരുകയാണ്. എൻ്റെ അമ്മ കയറി, മകൾ ട്രെയിനിൽ കയറി, ഞാൻ കയറുന്നുള്ളൂ. മകൾ സ്റ്റെപ്പുമേ 2 സ്റ്റെപ്പ് ജസ്റ്റ് കയറിയുള്ളൂ. അപ്പോഴേക്കും ട്രെയിൻ എടുത്തു. ഈ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്ക് പെട്ടെന്ന് കയറാൻ സാധിച്ചില്ല. വണ്ടി എടുത്തോട് കൂടിയിട്ട് എൻ്റെ മോള് സ്റ്റെപ്പുമ്മയാണ് നിൽക്കുന്നത്. എൻ്റെ മോള് വീണ് പോകുമെന്ന് പേടിച്ച് ഞാനെൻ്റെ കുഞ്ഞിനെ പിടിച്ച് വലിച്ചു. ആ വേലിയിൽ ഞാനും എൻ്റെ ഈ മോളും കൂടി പ്ലാറ്റ്ഫോമിലേക്ക് തെറിച്ച് വീണു. അപ്പം ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപകടം പറ്റുമ്പോഴും നമ്മൾ തെറിച്ച് വീഴുമ്പോൾ ഒരു മെത്തയിൽ കിടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. അതേ അനുഭവം എനിക്കുണ്ടായി. ഞാൻ തെറിച്ച് വീഴുമ്പോൾ എൻ്റെ അടിയിൽ എനിക്കിങ്ങനെ ഒരു കൈകൾ പോലെ മെത്തയിൽ കിടക്കുന്ന പോലെ തന്നെയാണ്, ഒരു പ്ലാറ്റ്ഫോമിലായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു സംരക്ഷണം എനിക്കുണ്ടായി. 6ാം മാസമായിരുന്നു പ്രഗ്നൻസിയുടെ. അത് കഴിഞ്ഞ് എൻ്റെ ഈ മകളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ മോൾക്ക് ഫസ്റ്റ് ഡേയിൽ മൂത്രം ഒഴിച്ചു. പിന്നീട് ആ മൂത്രം വരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നില്ല. പലതവണ ഫീഡ് ചെയ്തു, എന്നിട്ടും മൂത്രം വരുന്നില്ല. അപ്പം ഞാൻ അമ്മ മാതാവിൻ്റെ തൈലെടുത്ത് കുഞ്ഞിൻ്റെ വയറുമ്മ കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു,
എൻ്റെ അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് മൂത്രമൊഴിക്കണേ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞ് മൂത്രമൊഴിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി. ഈ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി മുഴുവനാക്കുന്നതിന് മുന്നേ എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞ് മൂത്രമൊഴിച്ചു. അതെനിക്ക് വലിയൊരു സാക്ഷിയാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ ട്രാജഡി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടിയിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയെന്ന് പറഞ്ഞത് പോലും നമുക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ അമ്മയുടെ പ്രത്യക്ഷണ പ്രാർത്ഥനയാണ് ചൊല്ലുക. പിന്നെ എൻ്റെ ആ കുഞ്ഞിന് തന്നെ വയറ്റിൽ നിന്ന് പോകാൻ ഒരു 4 ദിവസം അടുപ്പിച്ച് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായി. അന്ന് ഞാനിതുപോലെ അമ്മയുടെ ഉടമ്പടി തൈലവും കുഞ്ഞിൻ്റെ വയറമ്മ വരച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുഞ്ഞിന് ഒരു പ്രശ്നമില്ലാതെ വയറ്റിൽ നിന്നൊക്കെ പോയി തുടങ്ങി. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് അത് ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരുത്താൻ വേണ്ടി കൊടുത്തപ്പോൾ ഞാൻ ആ പേപ്പറിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് കൊടുത്തത്. അതധികം താമസിക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് അത് തിരുത്തി കിട്ടി. അത് 15 വർഷത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് തിരുത്തുമ്പോൾ ലെറ്റർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പോയി തിരിച്ചു വന്ന് പിന്നീടാണ് പരീക്ഷാ ഭവനിൽ തിരുത്തി കിട്ടുക. ഈ ഒരു പ്രൊസീജിയർ എനിക്ക് അധികം ലാഗില്ലാതെ വേഗം തന്നെ നടന്നു കിട്ടി. ഇനി ഈ തിരുത്തൽ എൻ്റെ ജോലി സ്ഥലത്ത് മാറ്റണം. അതിന് വേണ്ടി ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. 2 ഡേറ്റ് ഓഫ് ബർത്ത് 2 രേഖയിൽ കാണിക്കേണ്ടി വരും. ഒറിജിനൽ SLC ഞാൻ തിരുത്തി കഴിഞ്ഞു, ജോലി സ്ഥലത്തെ തിരുത്താൻ പറ്റുന്നുമില്ല. അപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. അപ്പോൾ തന്നെ ഞാൻ ആ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി. ആ ടൈമിൽ തന്നെ ഈ തടസ്സം മാറി പെട്ടെന്ന് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്ത് കിട്ടി. പിന്നീടൊരു അനുഭവം ഉള്ളത്, ഇനി ഞാൻ എൻ്റെ കാരുണ്യപ്രവർത്തനം പറയാണ്. ഞാൻ നേഴ്സാണെങ്കിലും ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ അതെൻ്റെ ഒരു വെറും ജോലി മാത്രമായിട്ട് ഞാൻ കണ്ടിരുന്നത്. ഞാൻ പോകുന്നു, രോഗികൾക്ക് ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിനപ്പുറത്തേക്കൊരു മുഖത്തൊരു ചിരി പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ ഞാൻ സംസാരിക്കും. എന്നെ കാണാൻ വേണ്ടി നിൽക്കുന്ന രോഗികൾ പോലുണ്ട്. കാരണം അത്രയും അവരെ വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരത്രയും കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ മാറി. പിന്നെ അവർക്ക് പൈസയായിട്ടും ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു മേഴ്സി ഹോമിൽ പോയിട്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ശാരീരികമായിട്ട് വയ്യാത്ത കുറേ രോഗികളുണ്ട്, അവർക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച കാരണം കുറേ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ സംബന്ധമായിട്ട് കുറച്ച് പേരുകൾ. അത് എന്താണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ പിന്നീട് ഇതെല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അത് കുർബാന, കുംഭസാരം, പിന്നെ ജപമാല കൊന്തമാലയാണെന്നുള്ളത് എനിക്ക് ജസ്റ്റ് അറിയാം, പക്ഷെ അത് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാനിതെല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി ഇതെല്ലാം ഞാൻ പഠിച്ചു. കുംഭസരിക്കാൻ വേണ്ടിയിട്ട് കോവിഡ് ടൈമിൽ പള്ളികൾ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അച്ഛന്മാർ ഇങ്ങനെ ഒരു കുംഭസാരത്തിൻ്റെ ഫോർമാറ്റ് ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയെടുത്ത് ഞാൻ എല്ലാ 2 ആഴ്ചകൾ കൂടുന്തോറും അമ്മയുടെ മാധ്യസ്ഥയിൽ അമ്മോട് ഞാൻ പറയും, അമ്മ എനിക്ക് ഒരച്ഛൻ്റെ അടുത്തും പോയി ഇങ്ങനെ കുംഭസരിക്കാനുള്ളൊരു എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അമ്മ എൻ്റെ ഈ വിഷമങ്ങളെല്ലാം കേട്ട് ഈശോയോട് ഇതെല്ലാം പറയണം, എന്നിട്ട് എൻ്റെ തെറ്റുകളെല്ലാം പുറത്തു തരണം എന്ന് പറഞ്ഞ് മനസ്താപ പ്രകടനം ചൊല്ലി ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഏറ്റു പറയും. അത് പറ്റിയില്ലെങ്കിൽ അത് ചെയ്യും. അല്ലാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടത് പോലും ആ ഒരു വിഷമം പോലും ഞാൻ അമ്മയുടെ അടുത്ത് ഏറ്റു പറയും. ഞാൻ എൻ്റെ കുഞ്ഞിനോട് ശബ്ദം ഉയർത്തി പറഞ്ഞു പോയി, അമ്മ എന്നോട് ക്ഷമിക്കണേ എന്നുള്ളത്. അങ്ങനെ അതും കൂടെ ഞാൻ ചെയ്യലുണ്ട്. പിന്നെ കുർബാന, അത് എന്താ പറയുക, എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അത്രയും അനുഗ്രഹമുള്ള ഒരു കാര്യമാണ് കുർബാന. അത് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം ഈ കുർബാന പഠിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയണില്ല. ആദ്യം തൊട്ട് അവസാനം വരെ കാണും. പിന്നീട് മനസ്സിലായി ഈശോ നമുക്ക് വേണ്ടിയിട്ട് ശരീരവും രക്തവും വേണ്ടി തന്നതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കേൾക്കും. ആ ഒരു സമയം വരുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ശരീരവും രക്തം തന്ന ആ സമയം വരുമ്പോൾ ഞാൻ നല്ലോണം ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശ്രദ്ധ ഒക്കെ കുറയും. ആ ഒരു അരമണിക്കൂറോളം ഞാനത് കേട്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കുർബാനയുടെ ആദ്യം തൊട്ട് അവസാനം വരെ എൻ്റെ മനസ്സിൽ കൂടെയാണ് ഞാൻ കുർബാന കൊള്ളുന്നത്. ഇപ്പം ശരിക്കും ആ ഒരു ഫീല്, ഈശോ നമുക്ക് വേണ്ടി ശരീരം രക്തം അർപ്പിച്ച ആ ഒരു ഫീല്
അത്രയും സങ്കടത്തോടു കൂടെ തന്നെ ഞാനത് കേട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇപ്പം ഞാൻ കുർബാന കൂടും. കുർബാന ഒഴിവാക്കിയിട്ട് ഒരു ദിവസം പോലും എനിക്കില്ല. പിന്നെ ജപമാല എന്താണെന്ന് അറിയാത്ത ഞാൻ യൂട്യൂബിൽ എഴുതിയെടുത്ത് പഠിച്ച് ഇപ്പോൾ എല്ലാ രഹസ്യങ്ങളും കാണാപ്പാഠം ചൊല്ലും. ദിവസം ഒരു ജപമാലെങ്കിലും ഞാൻ ചൊല്ലിയിരിക്കും. ഒരു ദിവസം പോലും എനിക്ക് ജപമാല മുടക്കാൻ ഇഷ്ടമല്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറച്ച് നാൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ദിവസങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ ഹെൽത്തി ആയി വന്നപ്പോൾ അത്രയും ദിവസത്തെ മുടങ്ങിപ്പോയ എല്ലാതും ഈ കുർബാനയടക്കം എല്ലാതും ഞാൻ ആ ദിവസങ്ങളിൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എനിക്ക് കുറച്ച് നാൾ കാണാൻ പറ്റാതായി. അതെല്ലാം ഞാൻ റിപ്പീറ്റ് ഒക്കെ ഇരുന്ന് കണ്ടു. തിരി കത്തിച്ച് വെച്ച് മുട്ടുമേ നിന്നിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ കൂടിയിട്ടുണ്ട്. അത്ര പോലും ഒരു ദിവസം പോലും എനിക്ക് മുടക്കാൻ ഇപ്പോൾ ഇഷ്ടമല്ല, കുർബാനയും ജപമാലയും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് വയ്ക്കും. പിന്നെ പത്രം, എനിക്ക് ഏറ്റവും മടിയും പേടിയുള്ളൊരു കാര്യമായിരുന്നു പത്രം കൊടുക്കാൻ. മടി എന്ന് പറയണേക്കാളും എനിക്ക് പേടിയായിരുന്നു മറ്റുള്ളവർ എന്താ പറയുക എന്നുള്ളത്. അപ്പം ഞാൻ ഈ പത്രം, ആദ്യത്തെ പത്രം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് എന്ന്. അപ്പം ഞാൻ അതിന് ശേഷം ഇവിടെ വന്ന് 10 കെട്ട് പത്രം അതൊരു 2 തവണയോളം ഞാൻ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ട്രെയിനിൽ ഞാൻ കയറിയ ബോഗി മുതൽ ലാസ്റ്റ് ബോഗി വരെ, തൃശ്ശൂരാണ് ഞാൻ ഇറങ്ങുന്നതെങ്കിൽ അതുവരെ ഞാൻ ഈ പത്രം എല്ലാവരോടും സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. കുറേ പേര് ചോദ്യം ചെയ്യുന്നവരുണ്ട്, അവരോടൊന്നും തർക്കിക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ, പിന്നെ വീടുകൾ കയറിറങ്ങി കൊടുത്തിട്ടുണ്ട്, ആശുപത്രികൾ കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ കോളേജിലും അല്ലാതെയും ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങി രോഗികൾക്കൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടുന്നത് പോലെ തന്നെ ഞാൻ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ, ആ സാക്ഷ്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ആ സ്ക്രീൻഷോട്ട് തംബ്നെയിൽ എല്ലാവരും ആദ്യം കാണണം. അത് കണ്ടിട്ട് അവർക്ക് ഈ സാക്ഷ്യം കാണാൻ തോന്നണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ആ സ്ക്രീൻഷോട്ട് സ്റ്റാറ്റസ് വെച്ച് പിന്നീട് ഈ യൂട്യൂബിലുള്ള സാക്ഷ്യം കൂടെ ഞാൻ വയ്ക്കും. കുറേ പേര് അതിൻ്റെ പേരിൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാനൊരു അക്രൈസ്തവയാണ്, അതിൻ്റെ പേരിൽ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവർക്കതൊക്കെ മനസ്സിലാവും. ഞാനിപ്പോൾ സത്യമായിട്ടുള്ള ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ എൻ്റെ ആ ഒരു വിശ്വാസത്തിൽ ഞാനത് മുന്നോട്ട് പോകുന്നു. ആരോടും തർക്കിക്കാനൊന്നും ഇല്ലാതെ. പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ഇപ്പം ഞാൻ ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ല. അവർക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ച് ക്ഷമയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ബൈബിള് വായന, ഞാൻ ആദ്യമൊക്കെ ബൈബിള് വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് അങ്ങ് തുടങ്ങി. അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3 തവണ ഞാൻ ബൈബിൾ വായിച്ചു. ഓരോ തവണയും വായിക്കുന്തോറും നമ്മൾ കൂടുതൽ അച്ഛൻ്റെ ക്ലാസ് കൂടെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അത് വെച്ചിട്ട് ഓരോ തവണയും വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു 3 തവണ ഞാൻ വായിച്ചു, 4ാമത്തെ തവണ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വിശുദ്ധമായൊരു ഗ്രന്ഥം ഈ ജീവിതത്തിൽ വായിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നത്. പുണ്യപ്രവൃത്തി എന്നല്ല പറയണ്ടേ, വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഉള്ളത് അച്ഛൻ്റെ ക്ലാസ്, ആരാധന ക്ലാസ്, അത് പരമാവധി ഞാൻ ആ ദിവസം തന്നെ കൂടാൻ വേണ്ടി നോക്കും. ഞാൻ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പോയി ഞാനൊന്ന് ബെറ്റർ ആയതിന് ശേഷം പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ നിറം നോക്കിയിട്ട് നീല നിറം ഉള്ള വണ്ടിയാണ് വാങ്ങിച്ചത്. ആ വണ്ടിയിൽ ഞാൻ പോകുമ്പോഴൊക്കെ എല്ലാ ദിവസവും പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ വണ്ടി എടുക്കുള്ളൂ. ഡ്രൈവിങ്ങിലൊക്കെ ഞാൻ അത്രയും അമ്മ മാതാവേ എന്ന് വിളിച്ചിട്ടാണ് ഓരോ വണ്ടീനെ ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ പോലും അമ്മ മാതാവേ കൃപാസന മാതാവേ എന്ന് വിളിച്ചിട്ട് ഞാൻ വണ്ടി ഓവർടേക്ക് ചെയ്യുള്ളൂ. ഒറ്റ ദിവസം പോലും ഞാൻ സാക്ഷ്യത്തെ മുടക്കില്ല. എല്ലാ ദിവസം അതാത് ദിവസം അപ്ലോഡ് ചെയ്യുന്ന സാക്ഷ്യങ്ങളും ഒപ്പം ഞാൻ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഡെലിവറിയുടെ സമയത്താണ് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നത്. അല്ലാതെയുള്ള എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഡെയിലി തന്നെ ഒപ്പം കേട്ട് ഞാൻ പോവും. പിന്നീട് പറയാനുള്ളത് പാപം വെറുക്കുക എന്നുള്ളതാണ്. അതിലെനിക്ക് കുറേ ആൾക്കാരോട് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ശത്രുതയല്ല, എന്നോട് ചെയ്ത തെറ്റുകൾ എനിക്ക് ക്ഷമിക്കാൻ പറ്റാതെ കുറേ പേരോട് ഞാൻ മിണ്ടാതെ നടന്നിരുന്നു. അവർ ചെയ്ത തെറ്റിന് പോലും ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ സോറി പറഞ്ഞ് അവരോട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്
അങ്ങനെ ഒരു ക്ഷമ ചോദിച്ചതിന് ശേഷം എനിക്ക് വലിയൊരു സന്തോഷമാണ് കിട്ടിയത്. കാരണം നമുക്ക് ഈ ജീവിതത്തിൽ ഒരു ശത്രു പോലും ഇല്ല എന്നൊരു തിരിച്ചറിവ്, നമ്മുടെ മനസ്സെല്ലാം ശുദ്ധമാകുന്നൊരവസ്ഥ, അതാണ് എനിക്ക് ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ വലിയൊരു കാര്യം. ഒരാൾ പോലും ശത്രുവില്ല, എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ 2 തവണ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അമ്മ മാതാവിനെ. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഞാൻ കണ്ടത് അമ്മ മാതാവും ഔസേപിതാവും ഒരു പള്ളിയും, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അമ്മയുടെ ഈ പുറകിൽ കാണുന്ന കടൽ, അത് ഒരു ദിവസം സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടത് ജപമാല റാലിയുടെ തൊട്ട് മുൻപ് അമ്മയുടെ ഈ ജപമാലയിലുള്ള ആ മണികളിലുള്ള രൂപം ഉണ്ടല്ലോ, ആ ഒരു രൂപം ഞാൻ കെടുക്കുമ്പോൾ എൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടം കറങ്ങുക. അപ്പം ഞാനിത് എന്താണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് റാലീനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ല. അപ്പം മനസ്സിലായി ഇത് റാലിക്കുള്ള വിളിയാണെന്ന് മനസ്സിലായി. അങ്ങനെ 2023 ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. ആ റാലിയിൽ എൻ്റെ മനസ്സിൽ ഞാൻ ജനിച്ചപ്പോൾ മുതലേ ആ നിമിഷം വരെ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും ഞാൻ റിവൈൻഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങി അർത്തുങ്കൽ പള്ളി എത്തുന്ന അതുവരെ എൻ്റെ എല്ലാ തെറ്റുകളും റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഏറ്റുപറഞ്ഞ് എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ഈശോൻ്റെ അടുത്ത് ഞാൻ സമർപ്പിക്കുന്നു, എന്നെ വിമുക്തയാക്കണേന്ന് പറഞ്ഞ് അവിടെ എത്തുന്നവരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചെന്നത്. അത് കഴിഞ്ഞോട് കൂടിയിട്ട് എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം എൻ്റെ എല്ലാ തെറ്റുകളും അറിഞ്ഞോ അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ ഈശോനോട് ഏറ്റുപറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് അധികം ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രയും കിലോമീറ്ററൊക്കെ നടക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് നടക്കാനൊരു പ്രേരണ ഉണ്ടായിരുന്നത്, ഈശോ എത്ര അടി കൊണ്ടിട്ടാണ് ഒരു കുരിശും ചുമന്ന് വലിയൊരു മലയ്ക്ക് കയറിപ്പോയത്. അത്രയും വേദനയൊന്നും ഞാൻ സഹിക്കണില്ലല്ലോ, ഇത് നിരപ്പായ റോഡല്ലേ, ഇവിടെ നടക്കാൻ എന്താ പ്രയാസം. അങ്ങനെ ഈശോൻ്റെ ഓരോ വേദനയും ഞാൻ മനസ്സിൽ കണക്കാക്കിയിട്ടാണ് ആ റാലിക്ക് മുഴുവൻ ഞാൻ നടന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ മകളെ ഈ നടയിൽ വന്ന് കിടത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എൻ്റെ കുഞ്ഞിന് കിട്ടി. കാരണം എൻ്റെ മകളെ ഇന്നിപ്പം ഞാനിവിടെ സാക്ഷ്യം പറയാൻ ഇന്ന കയറണുള്ളെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇവിടെ കിടത്താൻ പറ്റുള്ളൂ, ഈ താഴെ കിടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ ഇവിടെ നട തുറന്നെന്ന കാരണം ഈശോനെ തൊട്ട് അമ്മയും തൊട്ട് ഈ നടക്കെ അമ്മയുടെ തൊട്ട് മുന്നിൽ എൻ്റെ കുഞ്ഞിനെ കിടത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എൻ്റെ കുഞ്ഞിന് കിട്ടിയത്. ആ ഒരു ഭാഗ്യം തന്നെ ഞാൻ അമ്മയോട് അത്രയും ഞാൻ നന്ദി പറയുന്നു. ആത്മീയമായി ഒരുപാട് മാറ്റം എനിക്കുണ്ട്. ഇനിയും എൻ്റെ ജീവിതകാലം എത്രയുണ്ടോ അത്രയും എനിക്ക് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം. ഒരുപാട് പേർക്ക് ഞാൻ അമ്മയെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുറേ കുട്ടികൾക്ക്. എൻ്റെ ഒരു 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയെ പറ്റി അറിയുന്നത്. എനിക്ക് അതുകൊണ്ട് ഒരുപാട് സങ്കടമുണ്ട്, ഞാനിത് മുന്നേ അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. പക്ഷേ എൻ്റെ മകളടക്കം ഒരുപാട് മക്കൾക്ക് ഈശോനെയും അമ്മയും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി. ആ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട്. അവർക്ക് ജീവിതത്തിൽ അമ്മ എന്നും ഉപകാരമായിരിക്കും. ഉപകാരം എന്നല്ല പറയേണ്ടത്, അവർക്ക് രക്ഷ കൈ വന്നു. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ചേച്ചിക്ക് മൈക്ക് കൊടുക്കുന്നുണ്ട്. ഈശോയ്ക്ക് നന്ദി. ഞാൻ ഉടമ്പടി എടുത്തതാണ്. എൻ്റെ നിയോഗത്തിൽ എൻ്റെ കാര്യങ്ങൾ വെക്കുന്നതിലും കൂടുതൽ മെയിനായിട്ട് പറയുന്നൊരു കാര്യം ചാരുവിൻ്റെ കാര്യമാണ്. അവിടുന്ന് ആ കവാടത്തുനിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങും. കാരണം ഞാൻ പറയണം, അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കണേന്നല്ല ഞാൻ പറയാം, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ചാരുവിന് തിരിച്ചു തരണേന്ന് പറയാം. ഇവിടെ വന്ന് എപ്പോഴും അച്ഛൻ്റെ ക്ലാസ്, ആ 1 മണിക്കൂറത്തെ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ കരയും. എനിക്ക് ചാരുവിന് ഓർമ്മ വന്നിട്ട് ഞാൻ കരയും. അപ്പം തന്നെ ഇവൾക്ക് ഞാൻ മെസ്സേജ് ഇടും, ഞാൻ കരഞ്ഞു എന്ന്, ചാരുവിന് തിരിച്ചു തരൂട്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ എല്ലാ നിയോഗത്തിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചാരു നഷ്ടപ്പെട്ട സമയത്ത് സൗമിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, മാതാവിനെ അറിയാമെന്നേ ഉള്ളൂ. അപ്പോൾ ചാരു നഷ്ടപ്പെട്ട് എനിക്ക് അവളെ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു അമ്മയുടെ വിഷമം നമുക്കറിയാം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ അവൾ നിൽക്കുന്നത് അടുക്കള ഭാഗത്താണ്. അടുക്കള ഭാഗത്ത് നിൽക്കുമ്പോൾ അടുക്കള ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗത്തായിട്ടാണ് കുഞ്ഞിനെ മറവ് ചെയ്ത സ്ഥലം ഉണ്ടാവുക. അപ്പോൾ അവൾ അവിടെ നിന്ന് എന്നോട് സംസാരിക്കുമ്പോൾ പറയണ കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റാത്ത പോലെയായിരുന്നു. ഞാൻ തല കറങ്ങണ പോലെ, എനിക്ക് അത്ര വിഷമമായി. കാരണം അവൾ എന്നോട് പറയുക, മെൻ്റലി ഭയങ്കരമായിട്ട് പോയി അവൾ. എന്നിട്ട് അവൾ പറയുക, ചേച്ചി എൻ്റെ മോൾക്ക് കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ട്, ആ മുടികൾ അങ്ങനെ ഉണ്ടാവും, പിന്നെ അതൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ എൻ്റെ മോളുടെ സ്കിന്ന് പോയിട്ടുണ്ടാവും, കുഞ്ഞ് വിരലുകൾ പോയിട്ടുണ്ടാവും. ഇന്നലെ വരെ തലേ ദിവസം വരെ, അതായത് പോകുന്നതിൻ്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ അന്ന് രാത്രി വരെ ഞാൻ എൻ്റെ മോളുടെ കവിളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വയ്ക്കും. കുട്ടീനെ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കും.
ആ സ്കിന്ന് പോയിട്ടുണ്ടാവില്ലേ, എൻ്റെ മോളുടെ കവിള് പോയില്ലേ, വിരലുകൾ നശിച്ചിട്ടുണ്ടാവില്ലേ. അവരമ്മയുടെ അവസ്ഥ, നിങ്ങൾ അമ്മമാർ കുറച്ച് പേരുണ്ട്, ഞാനും അമ്മയാണ്, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അവൾ ആകെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ ആലപ്പുഴ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നീ അവിടെ വരണം, ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കണം, നിനക്ക് ഒരു കുഞ്ഞിനെ മാതാവ് തരും എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ചാരുവിനെ മാതാവ് തിരിച്ചു തരും. ആ ചാരുവിനെ തിരിച്ചു തരുമ്പോൾ ആ സാക്ഷ്യം പറയാനായിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്റ്റേജിൽ ഞാനുണ്ടാവുമെന്ന് അവൾക്കൊരു വാക്ക് കൊടുത്തു. എനിക്ക് ആ സ്പോട്ടിൽ മാതാവ് പറയിച്ചത്, അല്ലാണ്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ച് വേണ്ടി വിളിച്ചതല്ല അവളെ. കുഞ്ഞിനെ എടുത്തിട്ട് ഞാനുണ്ടാവും നിനക്കൊപ്പം സാക്ഷ്യം പറയാനായിട്ടെന്ന്. അത് ഇവിടെ സാധിച്ചു. മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാരുവിനെ തന്നെ തിരിച്ചു തന്നു. ചാരുവിന് വിളിപ്പേരാണ് കേട്ടോ. അവൾക്ക് ഞങ്ങൾ പേരിട്ടു ഈമാന്ന്, ഈശോ മറിയം എന്ന് പേരിട്ടു. ഒരുപാട് ആത്മീയമായിട്ടും ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. അതിന് ഒരുപാട് നന്ദി പറയുന്നു മാതാവിനും ഈശോയ്ക്കും. എൻ്റെ ചാരു നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും എന്തായിരുന്നു, അമ്മ പ്രഗ്നൻ്റ് ആയപ്പോൾ എന്നും ഞാൻ അമ്മയുടെ വയറമ്മ തൈലം തേച്ച് കൊടുക്കും. ഉണ്ണിനെ തരണേ, എൻ്റെ പഴയ ചാരുവിനെ തന്നെ തിരിച്ചു തരണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. ആ ചാരുവിനെ എനിക്ക് മാതാവ് തിരിച്ചു തന്നു. അതിന് ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 43-ാം അധ്യായം 18-19 വചനങ്ങളാണിത്. സൗമ്യ MS എന്ന മകളുടെ വിശ്വാസ ജീവിതത്തിലെ ഉടമ്പടി അനുഭവമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ആ മകൾ കടന്നുപോയ വിജനമായ ദേശത്ത് മരുഭൂമി ആകുന്ന ജീവിതം, മകൾ പോയ ആ സങ്കടപ്പെട്ട നിമിഷങ്ങളിലാണ് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഒരു സഹോദരിയിൽ കൂടെ കടന്നു വന്നത്. വേറെ 24 ദിവസം പ്രായമുള്ള കുട്ടി പോയപ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന സങ്കടങ്ങൾ നമുക്കറിയാവുന്നതേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവും ഇതുപോലെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ദീപമായിട്ട് ഈ പത്രം മാറുന്നത്. ഈ നിരാശപ്പെട്ട സമയത്താണ് ഈ പത്രം ആ മകൾ വായിക്കുന്നത്. അവിടെ നിന്നാണ്, ആ വിജനമായ ദേശത്തു നിന്നാണ്, ആ മരുഭൂമിയാകുന്ന സമയത്താണ് ഈശോ ഈ മകളുടെ കൈ പിടിച്ച് മുന്നോട്ട് നയിച്ചത്. അമ്മേ, എനിക്ക് ഉറങ്ങാൻ പറ്റണേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അന്ന് രാത്രിയാണ് അവൾ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് നല്ലതുപോലെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങുവാൻ സാധിച്ചത്. സാക്ഷ്യങ്ങൾ പലതും അവൾ വായിച്ചു. ആ സാക്ഷ്യങ്ങളിൽ കൂടിയാണ് ഈശോയും അമ്മയും പറ്റി ഈ മകൾ കൂടുതൽ അറിയാൻ സാധിച്ചത്. പ്രാർത്ഥനയെ പറ്റിയും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ കൂടിയുമാണ് ഈ പത്രത്തിൻ്റെ കണ്ടൻറ്റ്. നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രങ്ങൾ ഇതുപോലെയാണ്. പല പ്രാവശ്യവും നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട് കൊടുക്കുമ്പോൾ, പക്ഷെ അത് കൊടുത്ത് നല്ല കരങ്ങളിൽ ചെല്ലുമ്പോഴാണ് അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കാണുന്നത്. ഷാരു മോളെ തിരിച്ചു തരണമേ എന്നായിരുന്നു അടുത്ത പ്രാർത്ഥന. ഈ മോൾ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു പോയപ്പോൾ ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഇവൾ ശ്രമിച്ചു. പോയ വഴിക്ക് ഇവിടെ പിന്നീട് വന്നപ്പോഴാണ് അമ്മയുടെ സംരക്ഷണം അവൾക്ക് മനസ്സിലാക്കിയത്. ആ ട്രെയിനിൽ നിന്ന് വീണപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, 6 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ച് ട്രെയിനിൽ നിന്ന് വീഴുമ്പോഴുള്ള അവസ്ഥ. ഈ മകളുടെ കൂടെയായിരുന്നു പരിശുദ്ധ അമ്മ ഈശോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു മെത്തയിൽ കിടക്കുന്ന പോലെയാണ് ഈ മകൾക്ക് തോന്നിയത്. അമ്മയുടെ സംരക്ഷണം, മകൾ പറഞ്ഞതുപോലെ എപ്പോഴും ഇറങ്ങിയാലും പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിയും നമ്മുടെ ഉടമ്പടിയുടെ കാശുരൂപവും ധരിച്ചുമാണ് ഈ മകൾ പോകുന്നത്. ആ അമ്മയുടെ സംരക്ഷണം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ ട്രെയിനിൽ നിന്ന് വീണാൽ ഒരു സാധാരണ ഒരു മനുഷ്യ വീണത്തിന് എന്തൊരവസ്ഥയാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എത്രമാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നതിൽ കൂടുതലാണ്. ഈ മകൾ തന്നെ പറഞ്ഞു, മകളുടെ ഓരോ
കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കുർബാന സ്വീകരിക്കാൻ ഈശോയുടെ ശരീരവും രക്തവും മനസ്സിൽ സ്വീകരിച്ചു. കുമ്പസാരം എന്ന കൂദാശയില്ല. പകരം ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈശോയോട് പറയും, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണേ എന്ന്. അമ്മയോട് പറയും, ഈശോയോട് പറയുക, എൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണേ എന്ന്. ഈ മകൾ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരം എന്ന കൂദാശ പറ്റില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ഈ മകൾ കുമ്പസാരിച്ചത്. ബൈബിൾ വായിക്കുമ്പോഴും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത്. ഈ മകളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം വെരി ക്ലിയറാണ്, വെരി വ്യക്തമാണ്. ഈശോയും പരിശുദ്ധ അമ്മയും അറിഞ്ഞ നാൾ മുതൽ കൂടെയുണ്ട്. നഷ്ടപ്പെട്ട ശാരു ഇമ്മയായിട്ട് ഈശോയും അമ്മയും തിരിച്ചു കൊടുത്തു. ഇവിടെ വന്ന് സാക്ഷ്യം കേൾക്കുമ്പോൾ ഓരോ സാക്ഷ്യവും നമുക്ക് വളരെ ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഒരു സാക്ഷ്യം കേട്ടപ്പോഴാണ് ഒരു കപ്പിൾ മകൾക്ക് കൊടുത്ത പേരാണ് ഇമ്മ. അന്നേരമാണ് ഈ മകളും പറഞ്ഞത്, ഈശോയെ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാനും ഇമ എന്ന പേര് നൽകുമെന്ന്. ആ ഇമയാണ് ഇന്നലെ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഈ മകൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു. ഇന്നലെ ഞാൻ കണ്ടു, നമുക്കത് കാണാം, ഓൺലൈനിൽ കണ്ടു കാണും. ഇവിടെ വന്നാണ് ഈ മകളെ ഇന്നലെ കിടത്തി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഈ മകളെ കിടത്തി നന്ദി പറഞ്ഞത്. നമ്മൾ ഓരോ കാര്യങ്ങളും ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ കഴിയുമ്പോഴാണ് ഈശോയും പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്. ഓരോ ദിവസവും ഈ മകളുടെ വളർച്ച യേശുവിൻ്റെ അമ്മയെ, ലോകത്തിൻ്റെ അമ്മയാണ്. ജീവിതത്തിൻ്റെ ഓരോ കുറവുകളിലും ഈ അമ്മ നമുക്ക് ഓരോരുത്തരെയും ഓരോ കുറവുകളിലും അമ്മ ശ്രദ്ധാലുവാണ്. ഈ മകളുടെ കാര്യത്തിൽ അമ്മ വളരെ ശ്രദ്ധാലുവായിട്ട് തന്നെയാണ് ഈ മകളുടെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു കൊടുത്തത്. കഷ്ടതയിൽ വിളിച്ചപേക്ഷിച്ചപ്പോഴും ഈശോയും അമ്മയും കൂടെ നിന്ന് ഈ മകളെ സംരക്ഷിച്ചു, ഇവളെ സഹായിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. ഈ മകൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ സഹോദരി, കൂടെ നിന്ന സഹോദരി, കഷ്ടതയുടെ സമയങ്ങളിൽ കൂടെ നിന്ന് ദൈവവചനം പറഞ്ഞു കൊടുത്തതും അതും ഒരു അക്രൈസ്തവ സഹോദരിയാണ്. നിനക്ക് വിശ്വാസം ഉണ്ടെന്നറിയില്ല, എങ്കിലും കൃപാസനത്തിൽ പോകാമെന്ന്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ സഹനങ്ങളിലും ദുഃഖങ്ങളിലും കഷ്ടതകളിലും കൂടെ നിന്ന് അവരുടെ കൂടെ നിന്ന് കരം പിടിച്ച് സഹായിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും തയ്യാറാവാം. മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു പുതിയ ജീവൻ നൽകി നമ്മൾക്കവരെ സഹായിക്കാം. ഈശോയും പരിശുദ്ധ അമ്മയും സൗമ്യ എന്ന മകളുടെ ജീവിതത്തിൽ കൊടുത്ത ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, ഇമ എന്ന മകളുടെ ദാനത്തിനും ഈ മകളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈശോയെ നന്ദി. മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെയുള്ള ദൈവത്തമ്പുരാനും ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഈശോയ്ക്കും എന്ത് വിഷമമുണ്ടായാലും സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ താങ്ങി നിർത്തുന്ന കൃപാസനത്തിലെ അമ്മ മാതാവിനും ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം തുടരുന്നു. എൻ്റെ പേര് നിത, ഇതെൻ്റെ ഹസ്ബൻഡ് ബിനോയ്, ഇതെൻ്റെ മോള് ഇവ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് വന്നത്. ഞങ്ങളിവിടെ 3 ദിവസം ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ പോലും പോയിട്ടില്ല, നേരിട്ട് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഞങ്ങളുടെ ഒരു സ്വപ്ന ഭൂമിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളൊരു 9 മാസമായിട്ട് എത്രയും വേഗം ഇവിടെ വരണം, സാക്ഷ്യം പറയണം എന്നുള്ള ആഗ്രഹത്തിന് പേരിൽ ഈശോയും മാതാവും പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നേ ദിവസം ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അതിനൊരുപാട് നന്ദി പറയുന്നു. കാല് മുറിച്ച് കളയണം എന്ന് 4 മാസത്തോളം ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ ഇത്രയധികം യാത്ര ചെയ്ത് കാനഡയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുവാണ്. ആദ്യം വീൽ ചെയറിലായിരുന്നു, പിന്നെ വാക്കറായി, പിന്നെ കെയിനായി, ഇപ്പോൾ ആൾ നടന്ന് ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നു. അതിന് അമ്മ മാതാവിൻ്റെ ഒരുപാട് സാന്നിധ്യം സഞ്ചാരമാതാവായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഞങ്ങളുടെ 9 മാസത്തെ ഞങ്ങളുടെ ജീവിതമാണ് സാക്ഷ്യം. അതെനിക്ക് പെട്ടെന്ന് പറയുമോ എന്നെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ശ്രമിക്കാം. ഞങ്ങൾക്ക് ഈ ജാനുവരി തുടങ്ങി ആൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓസ്റ്റോമൈലൈറ്റിസ്, സിവിയർ ബോൺ ഇൻഫെക്ഷൻ. ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും ബിനോയുടെ ബ്ലഡ്, ബോഡി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇൻഫെക്ഷൻ ആയിരുന്നു.
കാല് ഓൾമോസ്റ്റ് ഫുൾ ഇൻഫെക്റ്റഡ്, MRI എല്ലാത്തിലും ഇൻഫെക്ഷനായിരുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫ്രണ്ട് പറയാണ്, ചേച്ചി ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇടുക എന്ന് പറയാണ്. പക്ഷേ എനിക്ക് അന്നൊന്നും ഈ കൃപാസന മാതാവിനോടോ ഒന്നും ഒരു വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ആ കുട്ടി എന്നോട് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെന്തോ ഒന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ടായിരുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ബിനോയിനെ കാറിൽ കയറ്റി ഇരുന്നതിന് ശേഷം ഞങ്ങളുടെ കസിൻ കുട്ടി കഴിഞ്ഞ വർഷം കൃപാസനത്തിലൊരു പേപ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേപ്പർ വായിച്ചു പോലും നോക്കിയിട്ടില്ല. ഞാൻ ഏതൊരു ഷെൽഫിൻ്റെ അകത്ത് എടുത്തു വെച്ചിരുന്നു. ഞാൻ ഈ കാറിൽ കയറുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് വരാണ്, മോളെ ആ പേപ്പർ എടുക്ക് എന്ന് പറയാണ്. ഞാൻ ഓടിച്ചെന്ന് ഞാൻ ആ ഷെൽഫ് തുറന്നു. ഞാൻ തുറക്കുന്ന കറക്റ്റ് ഷെൽഫിൽ ആ പേപ്പർ ഇരിക്കുക. ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല, വായിച്ചിട്ടില്ല ആ പേപ്പർ. പക്ഷെ ഞാനതെടുത്തു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, എമർജൻസിയിൽ കിടക്കുന്നു. കാനഡയിലെ സിസ്റ്റം ഇവിടുത്തെ പോലെയൊന്നുമല്ല, വളരെ വളരെ ബുദ്ധിമുട്ടാണ് മെഡിക്കൽ സിസ്റ്റം. 4 ദിവസത്തോളം ഞങ്ങൾ എമർജൻസിയിൽ വെറുതെ വീൽ ചെയറിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ സമയത്തും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ പേപ്പർ ബിനോയുടെ കാലിൻ്റെ അടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. 2ാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് പറയാണ്, നമുക്ക് നാളെ സർജറി ചെയ്യണം, അവരെന്തോ ഫ്ലഷൊക്കെ അടിച്ച് കളയാൻ പോവാണ് എന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയാണ്. അപ്പോഴാണ് ഞാൻ ഈ മോള് പറയുന്ന കാര്യം ഓർക്കാണ്, ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ. ഞാൻ ക്യാൻഡിൽ പ്രെയർ ഇതിൻ്റെ സൈറ്റ് എടുത്ത് നോക്കി, ഞാൻ എന്തൊക്കെയോ അതിൽ എഴുതിയിട്ടു. പക്ഷേ ബിനോയുടെ കാല് സമർപ്പിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടു. ഞാൻ ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സർജൻ്റെ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഈ തോളത്ത് തട്ടിയിട്ട് എന്നോട് പറയാണ്, ബിക്കോസ് ഓഫ് യു വി ഡിഡ്ന്റ് ഡു എനി സർജറി ടുമോറോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്താ സംഭവം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം വേറൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ 2 ആഴ്ചത്തോളം ഞങ്ങൾ കിടന്നു. ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളോട് ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു. ബിനോയ് ഒരു പ്രൊസീജിയറും സമ്മതിക്കത്തില്ല, അങ്ങനെയെല്ലാം. ഫ്രണ്ട്സ് എല്ലാം ഈ ഉപ്പും തേനും കൊണ്ട് തരുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഇവർ തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഭയങ്കര ഡിലേ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒന്നും പറ്റത്തില്ല. ഒരു പ്രത്യേകതര സാഹചര്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് ശേഷം മാതാവ് ഇടപെട്ട് അവിടുത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്, ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം, അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കുന്നത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കഴിഞ്ഞപ്പോഴും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഞങ്ങളുടെ കസിൻ കുട്ടി പറഞ്ഞു, ചേച്ചി പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ഒന്ന് ചെല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ചെയ്യത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി, മാതാവ് പറഞ്ഞു വിട്ടത് ഞാൻ പറയത്തുള്ളൂ, മാതാവ് പറഞ്ഞു വിട്ട ഒരു ഫാമിലി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. പക്ഷെ അവരൊരിക്കലും ഞങ്ങളോട് പറഞ്ഞില്ല, ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. അവർ പോയപ്പോൾ ബിനോയുടെ വായിൽ നിന്ന് ഞാനൊരു വാക്ക് കേൾക്കുക, ഞാനും സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ താഴത്ത് ഞങ്ങളുടെ കസിൻകുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ചേട്ടാ ഉടമ്പടി എടുക്കാതെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ഈ മോളോട് പറയാം, ഈ ഓൺലൈനിൽ എങ്ങനെ എടുക്കുന്നത് ഒന്ന് അയച്ചിടാൻ പറയാണ്. അവൾ അയച്ചിട്ടു. ഞാൻ ബിനോയിനെ കൊണ്ടുപോയി കിടത്തി. ഞാൻ ഈശോയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, ഈശോ ഇനി എന്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. ആംബുട്ടേഷനാണ് ഡോക്ടേഴ്സ് പറയുന്ന ഫൈനൽ ഇത്. ഞങ്ങൾ ആകെ തകർന്നിരിക്കുന്ന സമയം ഞാൻ ഈശോയുടെ മുഖത്തിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ ചെവിട്ടിൽ വന്ന് മാതാവ് പറയുന്ന പോലെ തന്നെ എൻ്റെ അടുത്ത് പറയാം, മോളെ ഈ ഉടമ്പടി ഒന്ന് ഓൺലൈൻ ഒന്ന് എടുത്തു നോക്കാൻ. ഞാൻ എടുത്തു നോക്കി. ഞാൻ നോക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റാത്ത ഇതെല്ലാമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ലൈഫ് അങ്ങനെ അല്ലായിരുന്നു, ഞങ്ങളുടെ ലൈഫ് അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഞാനിത് ഓൺ ചെയ്തു. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉടമ്പടി എടുത്തു. വെറും 1.5 മണിക്കൂർ കൊണ്ട്. ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ല, ഇതെന്താ സ്ഥലം എന്ന് എനിക്കറിയത്തില്ല, ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു. 1.5 മണിക്കൂർ കൊണ്ട് മാത്രം ഈശോയുടെ മുഖത്ത് നോക്കി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ബിനോയുടെ അടുത്ത് പറയാമെന്ന് ചെന്ന് നോക്കുമ്പോൾ 1.5 മാസമായിട്ട് ബിനോയ് ഉറങ്ങത്തില്ലായിരുന്നു. രാത്രിയും പകലും ബിനോയ് ഉറങ്ങത്തില്ല. ഭയങ്കര ടെൻഷൻ, ഭയങ്കര ഇറിറ്റേഷൻ, എന്തുകൊണ്ടും ഉറങ്ങത്തില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്ത് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ബിനോയ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പം ഞാനും സുഖമായിട്ട് 1.5 മാസങ്ങൾക്ക് ശേഷം കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ബിനോയ് എൻ്റെ അടുത്ത് പറയാം, ഞാൻ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി. അപ്പോഴാണ് ഞാൻ പറയണേ, ഏട്ടായി ഞാൻ ഇന്നലെ ഉടമ്പടി എടുത്തു എന്ന് പറയുന്നത്. അപ്പോഴാണ് ബിനോയ് അറിയുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ ലൈഫ് പിന്നെ വേറെ ഒരു ലെവലിലേക്ക് മാതാവ് മാറ്റി തുടങ്ങി. അതിനുശേഷം 2ാമത്തെ 3ാമത്തെ ദിവസം എൻ്റെ കൊന്ത ബിനോയുടെ ഹിമോഗ്ലോബിൻ ഭയങ്കര കുറവാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിളിച്ച് പറയാം. അപ്പം ഞാൻ വീണ്ടും തളർന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ കുർബാന വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊന്തയിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരാം.
അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഈ സാക്ഷ്യങ്ങളൊന്നും കേൾക്കാത്തതുകൊണ്ട് എനിക്ക് സ്പെല്ലിനെ കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ മണക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് ഈ കൊന്തയിലെ സ്മെല്ലിലൂടെയാണ്. അതിനുശേഷം ഈ ഉടമ്പടിയെടുത്ത് ഒരാഴ്ച ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹിമോഗ്ലോബിൻ കുറയുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റി സർജൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. ആ ഒരു വെള്ളിയാഴ്ച ബിനോയുടെ ലങ്സിൽ ഫ്ലൂയിഡ് കിട്ടുന്നു. ശരിക്കും പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടം. അപ്പം ഞാൻ ഈ ധ്യാനങ്ങളോ അച്ഛൻ്റെ ഒന്നും കേൾക്കുന്നില്ല, സാക്ഷ്യങ്ങൾ ചെറുതായി കേട്ട് തുടങ്ങിയായിരുന്നു. അതിനുശേഷം ഞാൻ എന്താ പറയുക, ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റിക്ക് പോവാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സഞ്ചാരി മാതാവ് വരും എന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഹിമോഗ്ലോബിൻ കുറഞ്ഞ ദിവസം ഞങ്ങൾ എമർജൻസി പോയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ട്, അപ്പോൾ മോൾക്ക് ആസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ഹോമിയോ മരുന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് എമർജൻസിയിൽ തിരിച്ച് വന്ന സമയത്ത് ഞങ്ങളുടെ ടേബിളിൽ ഈ കൊന്ത കിടക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ബ്ലൂ കളറാണ് ഈ കൊന്ത. ശരിക്കും മാതാവിൻ്റെ ഈ ഒരു ഇതുപോലെയാണ് ഈ കൊന്ത ഇരിക്കുന്നത്. ഇത് ടേബിളിൽ കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ കൊന്ത എവിടെ നിന്നാണോ വന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ കൊന്ത എടുത്തിട്ട് ഞാൻ കൊന്തകളുടെ സ്ഥലത്ത് വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാതാവ് വഴി വേറെ ഈ ആദ്യമായിട്ട് എനിക്ക് ഈ കാശ് രൂപം കിട്ടുന്നത് എൻ്റെ കയ്യിൽ. ഈ കാശ് രൂപം എന്ന് കിട്ടിയോ, ഇത് സാധാരണ കാശ് രൂപമാട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ ഒന്നും ഉടമ്പടി കാശ് രൂപം ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയ അന്ന് മുതലാണ് എനിക്ക് ശക്തി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ കരച്ചിലൊക്കെ നിർത്തി. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി. എനിക്ക് പിന്നെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇത് കിട്ടിയ ദിവസം. അപ്പോൾ ഞാൻ ഇത് കിട്ടിയ ദിവസം ഞാൻ വേഗം ബിനോയുടെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ കൊന്താണ് എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മമ്മി കൊടുത്തു വിട്ട കൊന്ത, അതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കണ്ടറിയാം, ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി തന്ന കൊന്തയിൽ ഞാൻ ലോക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഞാനിങ്ങനെ ഒരു കൊന്ത കൊടുത്ത് വിട്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഞാൻ വിചാരിച്ചു തന്നു വിട്ട ചേട്ടനാണോ, നോക്കിയപ്പോൾ ചേട്ടനും അല്ല. ഇപ്പോഴും ഞങ്ങൾക്ക് ഈ കൊന്ത എന്താണെന്ന് അറിയത്തില്ല. ഈ കൊന്ത ഇപ്പോഴും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ്. ശരിക്കും ഈ മാതാവിൻ്റെ കടലിൻ്റെ ആ ഒരു ഇതാണ്. ഈ കൊന്തയ്ക്ക് ഇനിയുണ്ട്. ഇതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി ബിനോയുടെ കാലിന് ബ്ലോക്ക് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻജിയോപ്ലാസ്റ്റിയുടെ അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഞങ്ങളുടെ കൂടെ ആരുമില്ല. വരാമെന്ന് പറഞ്ഞവർക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾക്ക് മാതാവ് ഒരു റൂം തരാം. ഞാൻ ആ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഗ്രേ കളറാണ് അതിലെല്ലാ കട്ടൻസും, പിന്നെ ഒരു ഗ്രേ കളറിലുള്ള ക്ലോക്കും ഉണ്ട്. ഞങ്ങളുടെ രൂപങ്ങളൊന്നുമില്ല. അവിടുത്തെ ഹോസ്പിറ്റൽ അങ്ങനെയാണല്ലോ. ഞങ്ങൾ അവിടെ ചെന്നു. ബിനോയ്ക്ക് കോംപ്ലിക്കേഷൻസ് ആണ് എനിക്കും ഡോക്ടറിനും അറിയാം. കാരണം ഹിമോഗ്ലോബിൻ ഭയങ്കര കുറവ്, ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 5 hours നിവർന്ന് കിടക്കണം. ബിനോയുടെ അവസ്ഥയിൽ അത് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കോംപ്ലിക്കേഷൻസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ റിസ്ക് എടുത്ത് കയറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നഴ്സിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ കൊന്ത ഒന്ന് അകത്ത് കയറ്റാൻ പറ്റുമോ? കാനഡയാണ്, ഒട്ടും സാധ്യമല്ലാത്ത സ്ഥലം. അപ്പോൾ നഴ്സ് പറഞ്ഞു ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിനോയിനെ കൊന്തയായിട്ട് ഞാൻ വിട്ട സമയത്ത് അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാനായിട്ട് ഞാനങ്ങനെ നിൽക്കാത്ത ആൾ അന്നൊരു 4 മണിക്കൂറോളം ഞാൻ ആ റൂമിൻ്റെ അകത്തിരുന്ന് മാതാവിനെ വിളിച്ച് ഇവിടുത്തെ കുർബാന കണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. 3-4 മണിക്കൂർ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, ഞാൻ തന്നെയുള്ളൂ, ഈശോ മാതാവിൻ്റെ അപ്പുറത്തും ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ ഇരിക്കുകയാണ്. അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 4 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇതിനുശേഷം കോംപ്ലിക്കേഷൻസ് ഒരുപാട് ഉള്ളിൽ പോകുന്നത് ഞാനിതൊന്നും അറിയാൻ മാതാവ് സമ്മതിക്കുന്നില്ല. ഞാൻ തന്നെയല്ലേ ഉള്ളൂ. പക്ഷേ ബിനോയ് ഇറങ്ങുന്ന സമയമായിട്ടും ബിനോയ് വന്നില്ല. പിന്നെ ബിനോയ് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണേ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറം ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു. ആ പയ്യൻ ബിനോയോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ കൊന്ത നിങ്ങളുടെ കയ്യിൽ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു വാക്കാണ്, ഇത് നിങ്ങളുടെ ശക്തിയാണെന്ന് എനിക്ക് അറിയാമെന്ന് ബിനോയോട് പറഞ്ഞിട്ട് ബിനോയുടെ കൈകളുടെ ഉള്ളിൽ ഈ കൊന്ത ബിനോയുടെ കൈൻ്റെ ഉള്ളിൽ ഡോക്ടർ വെച്ചിട്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പറയുന്നത് ബിനോയ് തിരിച്ചു വന്നിട്ടാണ്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അന്ന് ആൻജിയോപ്ലാസ്റ്റി മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നായിരുന്നു. അതിനുശേഷം പിന്നത്തെ പ്രശ്നം ലങ്സിലെ ഫ്ലൂയിഡ്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് മരുന്നൊന്നും കിട്ടുന്നില്ല. ലങ്സിലെ ഫ്ലൂയിഡ്. ബിനോയ് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കിടക്കുമ്പോഴേക്ക് ശ്വാസം മുട്ടാണ്. ഒരു മരുന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത്, ഞാൻ പറഞ്ഞില്ല എനിക്ക് കൃപാസനത്തിലോട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബിനോയ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒഴികെ. അന്ന് വന്നപ്പോൾ ഒരു തേൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ തേൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ വേണ്ടാത്ത സ്ഥലങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് മാതാവ് പറയുന്ന പോലെ തന്നെ മോളെ മാതാവേ അവിടെ ഒരു തേൻ ഇരിക്കുന്നുണ്ടല്ലോ, മോള് പോയി നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ആ തേനെടുത്ത് പിന്നെ എല്ലാ ദിവസവും ഞാൻ ബിനോയ്ക്കിന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഓയിൽ പുരട്ടി ഈ തേനും കൊടുത്തിട്ട് പറയും മാതാവേ ഞങ്ങൾക്കിനി ഒരു ഓപ്ഷനും ഇല്ല, ലങ്സിൽ ഫ്ലൂയിഡാണ്, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഒന്നും കിട്ടുന്നില്ല.
അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. അതോടൊപ്പം ഞാൻ ചെയ്തൊരു കാര്യം, പിന്നെയാണ് ഞാൻ പ്രേയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ അച്ഛനെ കേട്ട് തുടങ്ങിയത്, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് ആദ്യത്തെ നിബന്ധനയാണ്, നമ്മൾ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ എളിമപ്പെടെയാണ് ഈശോ, എനിക്ക് ക്ഷമിക്കാത്തൊരു ആൾക്കാരുണ്ട്, ഞാൻ മിണ്ടാത്ത ആൾക്കാരുണ്ട്. ഞാൻ ഓരോരുത്തരും ക്ഷമിക്കുമ്പോഴും ബിനോയ് കിടന്ന് ഉറങ്ങണമെന്ന് മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എനിക്ക് അറിയാവുന്നവരോടൊക്കെ വിളിച്ച് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം ബിനോയ് ഉറങ്ങിക്കൊണ്ടിരുന്ന ബിനോയിയുടെ ലങ്സിലെ ഫ്ലൂയിഡ് കുറഞ്ഞ് കിടന്നുറങ്ങാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മാതാവ് ഞങ്ങൾ വളരെയധികം ആ തൈലങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ബിനോയുടെ പലരെയും കാര്യങ്ങളും ഇതുപോലെ സോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിനോയുടെ ഈ വൂണ്ടിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു തരാം. ആ വൂണ്ട് ഭയങ്കര വൂണ്ടായിരുന്നു, ഫുൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ നഴ്സുമാർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നോട് മാതാവ് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യാം, മോളെ ഓയിൽ അവിടെ പെട്ടി കുഴിച്ചു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ വൂണ്ടിൻ്റെ അവിടെയൊക്കെ ഓയിൽ പെറ്റി. ഞാൻ ഓയിൽ പെറ്റിയിട്ട് ഇങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ ഓയിൽ പെറ്റി നോക്കുന്ന ദിവസം ഭയങ്കര സ്നോയാണ്. നോക്കുമ്പോൾ അപ്പുറത്തെ വീടിൻ്റെ റൂഫിന് മുകളിൽ ഒരു ഗ്രേ കളറ് പ്രാവിരിക്കുക. ഞാൻ ഓയിൽ ഫസ്റ്റായിട്ട് പെറ്റിയ ദിവസം. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി ഓയിലിനുണ്ടല്ലോ എന്ന്. അന്ന് തുടങ്ങി ഞാൻ ഓയിൽ എല്ലാ ദിവസവും ബിനോയിൽ പെരട്ടും, ഞാൻ തേൻ കൊടുക്കും, ഉപ്പ് കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങിയായിരുന്നു. പിന്നെ ഒരു ദിവസം ഈ സഞ്ചാരി മാതാവ് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, കാരണം ബിനോയ്ക്ക് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ആൻറ്റിബയോട്ടിക് അവിടെ മിസ്റ്റേക്കലി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക് വീട്ടിൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും വരുന്ന ഡ്രസ്സ് ചെയ്യുന്ന പറഞ്ഞ നേഴ്സുമാരല്ല അന്ന് വന്നത്, വേറൊരു നേഴ്സ് വരാണ്. ഒരേ ഒരു ദിവസം മാത്രമേ, എനിക്ക് തോന്നുന്നു 6 മാസത്തോളം നേഴ്സുമാർ വീട്ടിൽ വരുമായിരുന്നു. പക്ഷേ ആ നേഴ്സ് വന്ന ദിവസം ആ നേഴ്സ് എന്നോട് പറയാം, മോളെ ഇതിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ നേഴ്സ് വന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു 5 ദിവസം കൂടി ബിനോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക് ആയിരിക്കും. പക്ഷെ അവിടെ മാതാവ് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ഞങ്ങൾ ആ മരുന്നുകളെല്ലാം കളഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മോളുടെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട്. മോൾക്ക് ആസ്മയായിരുന്നു. ഈ കൊന്ത വന്ന ദിവസമാണ് ഞാൻ ഇവിടുന്ന് ഹോമിയോ മരുന്ന് കൊണ്ടുവന്നപ്പോഴാണ് ഈ കൊന്ത എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ കൊന്ത വന്ന ദിവസം ഞാൻ ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ആ മരുന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. അന്ന് മുതൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്നുള്ള തേനും ഉപ്പുമാണ് ഈ മോൾക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി തൊട്ട് ഇന്നേ വരെ ഈ മോൾക്ക് ആസ്മയോ അല്ലെങ്കിൽ ശ്വാസമുട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചോന്ന് പോലും എനിക്ക് അറിയത്തില്ല എൻ്റെ സിറ്റുവേഷനിൽ. പക്ഷെ അതെല്ലാം മാതാവ് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് മാറ്റിത്തന്നു. അതേപോലെ തന്നെ മാതാവ് ഓരോരുത്തരുടെ വീടും, നമ്മുടെ വീട്ടിൽ തന്നെ 3 പേര് 4 പേരോളം ഈ ഉടമ്പടി കാശുരൂപം, അത് കാനഡയിലാട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടുത്തെ പോലെ ഓടി വരാനൊന്നും പറ്റില്ല. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും 4 പേരൊക്കെ ഉടമ്പടി കാശുരൂപം കൊണ്ടുവന്ന് ബിനോയിയുടെ മുറിവുകളിലും ലങ്സിലും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം ഒരുപാടാണ്, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങി. അതും എനിക്ക് അമ്മ മാതാവ് തന്ന ഗ്രൂപ്പാണ്. ഞാൻ പറയും, അച്ഛൻ പറയുന്ന ധ്യാനങ്ങൾ കേട്ടിട്ട് ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഇന്ന ദിവസം തൊട്ട് ഒരു ഗ്രൂപ്പ്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കും. ഞാൻ ആ ഡേറ്റ് ഇങ്ങനെ കലണ്ടറിൽ കുറിച്ചു. അന്ന് ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാ ദിവസവും മകളുടെ ജപമാലയൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതിന് ശേഷം മെയ് തൊട്ട് നവംബർ വരെ എല്ലാ മാസവും ഞാൻ മഴവിൽ കണ്ടിട്ടുണ്ട്. എല്ലാ മാസവും മഴവിൽ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച, ഇനി പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് വന്നതല്ല. ഈ ഡിസംബറിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ മാതാവ് പ്ലാൻ ചെയ്ത് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, അതും ഡിസംബർ 7-ാം തീയതിക്ക് മുമ്പ് തന്നെ. പിന്നെ ഞങ്ങൾ വേറെ ചെയ്തൊരു കാര്യം, ബിനോയെ സൗഖ്യപ്പെടുത്താൻ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന ഒരു കാര്യം വിശുദ്ധ കുർബാനയാണ്. കാരണം ബിനോയ് ഇത്ര സിക്കായിരുന്ന സമയത്ത് ഞാൻ കുർബാനയിൽ പോകും. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നാണ്, എന്താ ബിനോയിനെ കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം, അങ്ങനെ ഞാൻ ബിനോയിനെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അതിന് ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നല്ല സ്നോ എന്ന് പറഞ്ഞാൽ നല്ല സ്നോയാണ്. പക്ഷെ ആ സ്നോയിലും ഞാൻ ബിനോയിനെ വീൽ ചെയറിൽ ഇരുത്തി, കാലുമോ ബൂട്ട്സ് ഇടാൻ പറ്റത്തില്ല, കൈമോ ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് വിൻ്റർ ജാക്കറ്റ് ഇടാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ വിശുദ്ധ കുർബാനയിലൊന്നും ആഴമായി ഇതല്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ വിശുദ്ധ കുർബാനയിൽ എന്താണ് ഇത്രയും ഉള്ളതെന്ന് എനിക്കൊരു ബോധ്യം വന്നത്. ഞാൻ അന്ന് തുടങ്ങി ബിനോയിനെ കൊണ്ടുപോകും.
ബിനോയ് ആദ്യം അവിടെ ഇരുന്ന് അച്ഛൻ വന്നാണ് വിശുദ്ധ കുർബാന തന്നുകൊണ്ടിരുന്നത്. മലയാളം കുർബാനയാണ്, ഞങ്ങൾ മലയാളം പള്ളി സ്വന്തം ഇടവക. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈസ്റ്ററിൻ്റെ അന്ന് ബിനോയ് നടന്നു പോയി ഈശോനെ സ്വീകരിക്കണേന്ന്. മാതാവ് സാധിച്ചു തന്നു. ആ ഈസ്റ്ററിൻ്റെ അന്ന് തന്നെ ബിനോയ് തന്നെ നടന്നു പോയി ഈശോ സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇനി ബിനോയ് ബൈബിൾ വായിക്കണം സ്റ്റേജിൽ കയറി. അത് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി ബിനോയ് ഓൾട്ടറിൽ കയറണം. അതും മാതാവ് 1 മാസത്തിനുള്ളിൽ സാധിച്ചു തന്നു. ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് പോകുന്നതെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയും കൂടി ബിനോയ് ഓൾട്ടറിൽ കയറിയിട്ട്, ഞങ്ങളുടെ മലയാളം കുർബാനയിൽ ഓൾട്ടറിൽ കയറിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ഞങ്ങൾക്കറിയാം, കാരണം ആൾ സിക്കായിരുന്നു എല്ലാം ആണ്. പക്ഷേ ഒരു പ്രശ്നം കൂടാതെ മാതാവ് ഇവിടെ എത്തിച്ചു. അതിലപ്പുറം ഇവിടെ വന്നതിന് ശേഷം നീ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ബിനോയ് ആകെ 2-3 സ്റ്റെപ്പൊക്കെ കയറുള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോൾ 2 നിലയുടെ മുകളിലാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബിനോയ് വളരെ കൂളായിട്ട് നടന്നു പോവുക. അതായത് ഈ 9 മാസമായിട്ട് ബിനോയ് 2-3 സ്റ്റെപ്പ് കയറുന്ന ഒരാൾ ഞാൻ നോക്കുമ്പോൾ പിടിന്ന് മുകളിലേക്ക് കയറി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. ആൾ അതേ സ്പീഡിൽ ഇറങ്ങി വന്നു. 9 മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇത്രയധികം സ്റ്റെപ്പ് കയറുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഏട്ടാ ഈ ആദ്യമായിട്ടല്ലേ ഇത്ര സ്റ്റെപ്പ് കയറുന്നത്? അപ്പോഴാണ് ബിനോയും ഓർക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്രയും സ്റ്റെപ്പ് കയറിയെന്ന്. അതിനുശേഷം ബിനോയ് പറഞ്ഞു, ഇനി എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഈ മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതേപോലെ സ്റ്റെപ്പ് കയറിയെങ്കിൽ ഞാൻ ഇനി എന്തിനാണ് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 7-ാം തീയതിക്ക് മുമ്പ് മാതാവ് ആഗ്രഹിക്കുന്നത് ഞങ്ങളിവിടെ എത്താം, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, ബിനോയ് ഇത്രയും മാസങ്ങളായി ജോലിക്ക് പോയിട്ട് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് 2000 രൂപയ്ക്ക് താഴെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വരാൻ അത്ര ഈസിയല്ല. $2500 ഇപ്പോൾ ടിക്കറ്റ് റേഞ്ച് ഈ വെക്കേഷൻ ആയതുകൊണ്ട്. പക്ഷെ അതും മാതാവ് 1800 രൂപയ്ക്ക് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തെന്ന് ഞങ്ങളിവിടെ വന്നു. അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും ഈ മാതാവിന് മുമ്പിൽ നിന്നിട്ട് സുഗന്ധ അഭിഷേകം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ മാതാവിനെ കാണാൻ അത്ര ആഗ്രഹമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ആരും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരെയും വീഡിയോ കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നിന്നിട്ട്. ഈ ഓരോരുത്തരെയും വിളിച്ച് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 പേർക്കും നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് ഞങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അതുകൂടി പറയണം, മാതാവിൻ്റെ വേറൊരു അനുഗ്രഹം കൂടി. വെള്ളിയാഴ്ച ടിക്കറ്റ് എടുത്തു, വെള്ളിയാഴ്ച രാത്രി എടുക്കുന്നു. ഞായറാഴ്ച രാവിലെ ബിനോയുടെ കാലുമ്പോൾ ചെറിയൊരു തൈമ്പ് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച രാവിലെ നോക്കുമ്പോൾ അത് വീണ്ടും പൊട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഈശോയെ ഞങ്ങളുടെ യാത്രയെല്ലാം ഇതായെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് ഡ്രസ്സ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞു, മാതാവേ പറ്റില്ല, യാത്ര ചെയ്യാനുള്ളതാണ്. ഞാൻ ഓയിൽ വെച്ച് വിശ്വാസപരം പാനം ചെയ്യില്ല. അപ്പം എന്നോട് മാതാവ് പറയാം, മോളെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു സാധാ കാശുരൂപ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഈ സാധാ കാശുരൂപമാണെങ്കിലും ഇതിന് ഭയങ്കര പവർഫുള്ളാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ ഉള്ളവർക്കൊന്നും നമുക്ക് ഉടമ്പടി കാശുരൂപമൊന്നും പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ, ഭയങ്കര ശക്തിയുണ്ട്, ഇത് ഭയങ്കര ശക്തിയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കാശുരൂപം വെച്ച് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പ്രാർത്ഥിച്ചു, മാതാവ് യാത്ര ചെയ്യണം, വേറെ ഒരു ഓപ്ഷനില്ല, നിൻ്റെ ക്രേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ബിനോയ് പറഞ്ഞു, സാറില്ല നാളെ നോക്കാം. പക്ഷെ ഞാൻ അന്ന് രാത്രി ഈ ഡ്രസ്സിങ് അയച്ച് നോക്കുമ്പോൾ ആ ഒരു തയമ്പ് പോലെ ഉണ്ടായിരുന്ന സംഭവം അങ്ങനെ അടർന്നു പോയിരിക്കുക. അത് ശരിക്കും മാതാവിൻ്റെ ഒരു അത്ഭുതമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞങ്ങളവിടെ കാനഡയിൽ അച്ഛനറിയാം, ഞങ്ങൾക്ക് അവിടെ ഗഡ്സമേ എന്ന് പറഞ്ഞ സുരേഷ് ബ്രദറിൻ്റെ ഒരു വലിയൊരു ഇതുണ്ട്. അവിടെയാണ് അച്ഛൻ കഴിഞ്ഞ വർഷം വന്നിട്ട് ധ്യാനം നടത്തിയത്. ധ്യാനം നടത്തി അവിടെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വന്നതിന് ശേഷം, ഞാനിത് പറയുന്നത് കാനഡയിലുള്ള ആളുകൾക്ക് എൻ്റെ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ അച്ഛൻ വന്നതിന് ശേഷം അവിടെ മാതാവിൻ്റെ വലിയൊരു രൂപം വെച്ചിട്ടുണ്ട് കാനഡയിൽ, വലിയൊരു രൂപം അച്ഛൻ പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ മെയ് മാസത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മനസ്സ് തകർന്നിട്ടാണ് ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ മാതാവിൻ്റെ രൂപം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചെറിയൊരു രൂപമാണ്, പക്ഷെ അല്ലായിരുന്നു, ഒരു വലിയ രൂപം. ഞാൻ അവിടെ ചെന്നൊരു 3-4 മണിക്കൂർ മാതാവിൻ്റെ താഴെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പോലെ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾ ഇവിടെ എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ എന്താ പറയുക, 1 മാസം കൊണ്ട് ഞങ്ങൾ അവിടെ വലിയൊരു അകടജപമാല അവിടെ നടത്തി. ഞാനിത് പറയുന്നത് കാനഡയിലെ ആളുകൾക്ക് വേണ്ടിയാണ്, നമുക്ക് ആർക്കും ഇവിടെ പെട്ടെന്ന് വരെ സാധിക്കുകയില്ല. പക്ഷെ അവിടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. അവിടെ സുരേഷ് ഡൊമിനിക് എന്ന അച്ഛനും ബ്രദറും ഒരു അച്ഛനൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അവിടെ ഞങ്ങൾ അകടജപമാല ചെയ്തു. അവിടെ കാനഡയിലുള്ള മക്കൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ധൈര്യമായിട്ട് ചെല്ലാം.
അവിടെ അവരെല്ലാവരും അത്ര ഹെൽപ്ഫുള്ളാണ്. അമ്മ മാതാവ് അവിടെ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പോലെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ ഗ്രൂപ്പ് വഴി ഒരുപാട് മക്കളെ സഹായിക്കുന്നുണ്ട്, ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വരുമാനത്തിന് ചെറിയൊരു വരുമാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ത്യാഗം. നമ്മൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ ചെയ്ത ത്യാഗം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ബോധ്യത്തിലേക്ക് വന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഫെബ്രുവരി തൊട്ട് നല്ല മഞ്ഞാണ്. പക്ഷെ ഞാൻ ആദ്യം അത് ബിനോയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഈശോയുടെ അടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല, അതിലപ്പുറം വേറെയുണ്ട്, ഈശോയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ ത്യാഗം ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ കിടക്കാൻ തുടങ്ങി. വെറുതെ പായിട്ട് വെറുതെ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് ഞാൻ താഴെ കിടക്കും. നല്ല തണുപ്പാണ്, പുറത്ത് നല്ല തണുപ്പാണ്, പക്ഷെ ഞാൻ അങ്ങനെ കിടക്കും. അങ്ങനെ ഞാനൊരു 4-5 മാസം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കിടന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ നമുക്ക് കുറച്ചെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പോകുക. വിശുദ്ധ കുർബാനയിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ഈശോ നമ്മളെ സൗഖ്യപ്പെടുത്തും. അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈശോ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്തേക്ക് ശരിക്കും ഇറങ്ങി വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊട്ടും ആഗ്രഹിച്ചിട്ടില്ല, പേപ്പറൊന്നും ഞാൻ അങ്ങനെ ചെയ്യല. പക്ഷെ മാതാവ് എൻ്റെ കയ്യിൽ കൊണ്ട് 2 കെട്ട് 3 കെട്ട് പേപ്പർ ആരെങ്കിലും ഇവിടുന്ന് വരുമ്പോൾ എൻ്റെ കയ്യിൽ തരും. പക്ഷെ അറിയിക്കുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് ആ പേപ്പർ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഉള്ളവർക്കൊക്കെ പേപ്പർ കൊടുക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങൾ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ വലിയ അനുഗ്രഹത്തോടെ ഈശോയിൽ നിന്ന് ഇത്രയധികം അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് വാങ്ങിത്തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് വേണ്ടാന്ന് വെച്ചു. ഞാനൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ഞാൻ എല്ലാ ദിവസവും സിനിമ കാണാണ്ട് ഉറങ്ങത്തില്ലായിരുന്നു. ഫേസ്ബുക്ക് ഒക്കെ എൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കതൊന്നും കാണണമെന്നൊന്നും തോന്നിയിട്ടില്ല. ഞാനതെല്ലാം വേണ്ടാന്ന് വെച്ചു. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ ഈശോ എന്തായാലും നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളാ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഈശോയോട് പറയും, ഈശോയെ ഇതൊക്കെ എനിക്ക് തരണമെന്ന് പറയും. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മളത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടും. പക്ഷേ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നമുക്കൊരു സങ്കടവും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്കിങ്ങനെ പല സഹനങ്ങളും, പിന്നെ പല കാര്യങ്ങൾക്കും വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഓരോ സഹനം വരുമ്പോൾ ഞങ്ങൾ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, ഞങ്ങളിപ്പോൾ അടിക്കുന്ന ഈ ടെൻഷനിൽ ഏതെങ്കിലും ആൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം. ആ രീതിയിലേക്ക് സഹനങ്ങളെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിരാശ ജീവിതത്തിൽ നിന്ന് മാറി തുടങ്ങി, പ്രത്യാശയായി. പിന്നെ നമുക്ക് സന്തോഷമായി, നമുക്ക് ഭയങ്കര ഒരു ധൈര്യമായി. നമുക്ക് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളാണ് വലുത്. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, ഈശോയുടെ ഇഷ്ടം പോലെ എന്താണോ അതേപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നുമല്ല. പിന്നെ ഈശോ പ്ലാൻ ചെയ്യും. അങ്ങനെ ഈശോ പ്ലാൻ ചെയ്തിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ അമ്മ മാതാവും ഈശോയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഹസ്ബൻഡിനോട് കൊടുക്കാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തമ്പുരാനും നന്ദി പറയാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമായിരുന്നു ആദ്യമേ തന്നെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തത്. ഞങ്ങൾ വീട്ടിൽ പോലും പോവാതെ അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അമ്മയ്ക്കും ഈശോ തമ്പുരാനും ഒരുപാട് നന്ദി. എസെക്കിയേൽ 36, 26, 27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ ഉള്ളവരുമാക്കും. ബിനോയ് പോൾ, നിത മേരി എന്നീ ദമ്പതികൾ വലിയ സന്തോഷത്തോടും ഒത്തിരി അഭിമാനത്തോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ തിരുനടയിൽ അവരുടെ ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്.
ജീവിത പങ്കാളിക്ക് ലഭിച്ച സൗഖ്യത്തെക്കാളുപരി ജീവിതത്തിൽ ലഭിച്ച ആത്മീയ ബോധ്യങ്ങളെയാണ് നിത തൻ്റെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചത്. കൃപാസനത്തെക്കുറിച്ച്, അമ്മ മാതാവിനെക്കുറിച്ച് ആദ്യമുണ്ടായിരുന്ന ആ ഒരു ധാരണക്കുറവുകളിൽ നിന്ന്, വിശ്വാസമില്ലായ്മയിൽ നിന്ന് അമ്മ മാതാവിനെ അടുത്തറിഞ്ഞു തുടങ്ങുന്ന നാൾ മുതൽ കുടുംബത്തിലും ജീവിതത്തിലും വന്ന വലിയ മാറ്റങ്ങളെ നല്ല സന്തോഷത്തോടെ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ശരിക്കും കൃപാസനം മരിയൻ പ്രേക്ഷിതയായിട്ട്, മിഷണറിയായി അവളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വ്യാപരിക്കുവാൻ എത്ര കണ്ട് മകൾക്ക് സാധിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിന് എന്ത് വില കൊടുക്കുന്നു എന്ന് മകളുടെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിന് കുടുംബം കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും വിലയുമാണ് ഏറെ നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയിട്ടും ബന്ധപ്പെട്ടവരെയും കൂട്ടുകാരെയും ഒന്നും കാണാതെ, സ്വഭവനം പോലും കാണാതെ അമ്മ മാതാവിൻ്റെ ഈ ആലയത്തിലേക്ക് 3 ദിവസം പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ, സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ, അമ്മ മാതാവിൻ്റെ അരികിലിരുന്ന് തൻ്റെ കൂട്ടുകാരെ, വിദേശത്തുള്ളവരോട് അമ്മ മാതാവിനെ കാണിച്ചു കൊടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഒക്കെ മകൾ ഈ ദിവസങ്ങളിൽ ചെയ്ത ഈ നല്ല പ്രവൃത്തികൾ. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മുടെ മാംസള ഹൃദയത്തിൻ്റെ ഉടമകളാക്കും. വെള്ളം കയറാത്ത കല്ല് ഹൃദയങ്ങളെ മാറ്റിത്തരും. അത് മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടതാണ്. പെരുമാറ്റം എന്തായിരുന്നു, ജീവിതം എന്തായിരുന്നു, താല്പര്യങ്ങൾ എന്തായിരുന്നു, അതിൽ നിന്നെങ്ങനെ ദൈവാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ഒരാലയമായി, ജീവിതമായി തന്നെയും തൻ്റെ കുടുംബത്തെയും മാറ്റിയെന്ന് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഉടമ്പടി ജീവിതത്തെ പരിശോധിക്കാൻ ഒന്നേയുള്ളൂ, അത് വൃത്തിയോടുകൂടി ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ മാനസാന്തരം എത്രത്തോളമുണ്ട്, അനുതാപം എത്രത്തോളമുണ്ട്, ക്ഷമ കൊടുക്കൽ എത്രത്തോളമുണ്ട്, നാം മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ കാണുമ്പോൾ അതിനോട് അനുകമ്പയുള്ളവരായി പ്രതികരിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇതാണ് ശരിക്കും ഉടമ്പടി ജീവിതത്തിൻ്റെ അളവുകോലുകളായി നാം കാണേണ്ടത്. സഹോദരി പറഞ്ഞു, ഞാൻ ഓരോരുത്തരോട് ക്ഷമിക്കും തോറും അത് എൻ്റെ ജീവിത പങ്കാളി തീവ്രമായ രോഗത്തിൽ ശാന്തതയോടെ ഉറങ്ങുന്നതിന് കാരണമായി. ഞാൻ ഓരോ ജപമാല ചൊല്ലും തോറും എൻ്റെ ജീവിത പങ്കാളി അത് ശാന്തമായി ആരോഗ്യം പ്രാപിക്കുന്നതിന് കാരണമായി. ഞങ്ങളുടെ കഷ്ടതകൾ ഏറും തോറും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച്, രോഗക്ലേശത്തെക്കുറിച്ച്, തകർച്ചകളെക്കുറിച്ച് നിരാശപ്പെട്ടവരായി ഒരിക്കൽ പോലും ഞങ്ങൾ ജീവിച്ചിട്ടില്ല. കാല് മുറിച്ചു കളയേണ്ടി വരുമെന്ന്, എൻ്റെ പങ്കാളിയുടെ കാല് മുറിച്ചു കളയുമെന്ന് ഡോക്ടർമാർ പറഞ്ഞെടുത്തു നിന്നാണ് ഇത്ര ദൂരം സഞ്ചരിച്ച് ഇത്ര പടികൾ കയറി ഉടമ്പടിയെടുത്ത് ഈ അൾത്താരയിൽ ഈ മകനിന്ന് സാക്ഷ്യപ്പെടുത്തുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഓരോ വാക്കും ദൈവത്തിൽ ആശ്രയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന മക്കളുടെ ജീവിതാനുഭവത്തെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ പറയില്ലേ, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ചിറകടിച്ചുയരും. കടുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും. എത്ര ഓടിയാലും അവർ ക്ഷീണിക്കുകയില്ല, എത്ര നടന്നാലും അവർ തളരുകയില്ല. ജീവിതത്തിൽ ലഭിക്കുന്ന തിരിച്ചടികളല്ല, ദൈവത്തിലുള്ള നമ്മുടെ ശരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലമെന്ന് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. അതാണ് പറയുന്നത്, നമ്മുടെ പ്രശ്നം നമ്മൾ അങ്ങോട്ട് ലിസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ദൈവം ഇങ്ങോട്ട് പറയുവാനുള്ളത് കേൾക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. ദൈവഹിതം നിറവേറട്ടെ എന്ന ഉടമ്പടിയുടെ അടിസ്ഥാന മനസ്സ് ജീവിതത്തോട് ചേർത്ത് പിടിച്ചാൽ ജീവിതത്തിൻ്റെ ഏതൊരു വലിയ പ്രശ്നത്തിലും ശാന്തതയോടെ, ആത്മസംയമനത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. രോഗപീഠകൾ മാറിപ്പോകും. സാമ്പത്തിക മേഖലകളിൽ നമുക്ക് സുസ്ഥിതി ഉണ്ടാവും. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ മാറിപ്പോകും. ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യുവാൻ അവസരങ്ങൾ എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ഈ നാളുകളിൽ അമ്മ മാതാവും ഈശോയും നൽകിയ വലിയ സംരക്ഷണത്തിന്, ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യത്തിന്, കുടുംബത്തിൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തി അനേകർക്ക് നന്മ ചെയ്യുവാൻ വഴിയൊരുക്കി കൊടുത്തതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.